ഹലോ എവ്രി വൺ. ന്യൂക്ലിയർ റിയാക്ഷൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ചാപ്റ്റർ എന്താ പറയുക, ഇതിൻ്റെ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഏകദേശം 3 മണിക്കൂർ വന്നിട്ടുണ്ട്. ഈ എക്സാം ടൈമിൽ കുട്ടികളെല്ലാവരും കൂടെ പറഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് സമയമൊക്കെ ഉണ്ടാക്കി ചെയ്യണതാണ്. അപ്പം സപ്പോർട്ട് വേണം, അത്രേ പറയാനുള്ളൂ. പിന്നെ എക്സാം ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കില്ല. പിന്നെ ഏകദേശം 40 സ്ലൈഡ്സ് ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് ലെങ്തി ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പം പിന്നെ ന്യൂക്ലിയർ ഫ്യൂഷൻ വരെ ഞാൻ പറയും, അതിന് ശേഷമുള്ള ഭാഗം പാർട്ട് 2-ലുണ്ട്. ഓക്കെ, അപ്പം ഈ ചാപ്റ്റർ നോക്കാം. കുറച്ച് ലെങ്തിയാണ്. ന്യൂക്ലിയർ റിയാക്ഷൻസ് ആൻഡ് ആപ്ലിക്കേഷൻസിനകത്ത് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കുറച്ചൊരു എനർജറ്റിക്സും കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുള്ളൂ. ഭയങ്കര വിശദമായിട്ട് എഴുതിയിട്ടുണ്ടെന്നുള്ളൂ. കണ്ടൻറ്റ് വൈസ് കുറച്ചേ ഉള്ളൂ. നോക്കാം. ഇനി ന്യൂക്ലിയർ റിയാക്ഷൻ, laboratory experiment, a beam of particle containing X is incident on a target particle containing nuclei of type X. അപ്പോൾ ഇതിൽ പിന്നെ എന്താ പറയുക, ഇതിൻ്റെ കൺവെൻഷൻസും കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, ഒരു ന്യൂക്ലിയർ റിയാക്ഷനിൽ സാധാരണയായിട്ട് ഉണ്ടാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എക്സ് എന്ന് പറഞ്ഞൊരു കുഞ്ഞു പാർട്ടിക്കിൾ പോയിട്ട് എന്ത് ചെയ്യുന്നു, ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞൊരു വലിയൊരു ടാർഗറ്റ് ന്യൂക്ലിയനെ ഹിറ്റ് ചെയ്യുന്നു. ഓക്കെ, ശേഷം എന്ത് ചെയ്യുന്നു, അവിടെ 2 പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നു. അവിടെ ഒരു റെസിഡ്യുവൽ ന്യൂക്ലിയസ് ക്യാപിറ്റൽ വൈയും അതിൻ്റെ കൂടെ ഒരു പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്നു, അത് സ്മാൾ ലെറ്റർ വൈ. ഇതാണ് ഒരു ടിപ്പിക്കൽ ന്യൂക്ലിയർ റിയാക്ഷൻ്റെ ഒരു ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതിനെ ഇങ്ങനെ കാണിക്കാം അല്ലേ, എക്സ് പ്ലസ് ക്യാപിറ്റൽ എക്സ് അല്ലേ, ഇത് ഇൻസിഡൻറ്റ് പാർട്ടിക്കിളാണ്, ഇത് ടാർഗറ്റ് പാർട്ടിക്കിളാണ്, ഗീവ്സ് സ്മാൾ ലെറ്റർ വൈ പ്ലസ് ക്യാപിറ്റൽ വൈ. ഓക്കെ, ഇത് അതിനെ എമിറ്റ് ചെയ്തൊരു പാർട്ടിക്കിളാണ്, ഇത് ഫൈനൽ ന്യൂക്ലിയാണ്. ഒരു എക്സാമ്പിൾ പറയുന്നത് ഡ്യൂട്ടീരിയം പ്ലസ് കോപ്പർ 34 റിയാക്ട് ചെയ്ത് കണ്ട് എന്ത് ചെയ്യുന്നു, ഒരു ന്യൂട്രോണും സിങ്കും ഉണ്ടാവുന്നു. ഓക്കെ, അപ്പോൾ ഇതതിന് ഒരു എക്സാമ്പിളാണ് അല്ലേ. ഇവിടെ ഈ ഡ്യൂട്രോൺ എന്ന് പറയുന്നതാണ് എക്സ് ആണ്, ഇത് കോപ്പർ ക്യാപിറ്റൽ എക്സ് ആണ്. അതുപോലെ ന്യൂട്രോൺ എന്ന് പറയുന്നത് ഇവിടെ എമിറ്റ് ചെയ്ത പാർട്ടിക്കിളാണ്, ലാസ്റ്റ് വരുന്ന ഫൈനൽ ന്യൂക്ലിയാണ് സിങ്ക്, അതാണ് വൈ. ഓക്കെ, ഇനി ഒരു കെമിക്കൽ റിയാക്ഷൻ പോലെ തന്നെ ഇത്തരം ഒരു റിയാക്ഷനും എന്തായിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം, നിർബന്ധമാണ് അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് മസ്റ്റ് ബി സെയിം ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ കൊളീഷൻ, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺ ഷുഡ് ബി ഈക്വൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ കൊളീഷൻ. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെയാണ് ഒരു റിയാക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി ഇത്തരം ഒരു റിയാക്ഷൻ നടക്കാനുള്ള പ്രോബിലിറ്റിയെ കുറിച്ച് പറയുമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞൊരു ഭാഗം പഠിക്കാനുണ്ട്. ഒരു റിയാക്ഷൻ നടക്കുമോ, എത്ര കണ്ട് നടക്കും, അതിൻ്റെ റേറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ടേമാണ് ക്രോസ് സെക്ഷൻ. അതിനെ റെപ്രസെൻറ്റ് ചെയ്യാറുള്ള സിഗ്മ എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. റിയാക്ഷൻ പ്രോബിലിറ്റീസ് ആർ യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ക്രോസ് സെക്ഷൻ. ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദി എഫക്റ്റീവ് ഏരിയ പ്രസൻറ്റഡ് ബൈ ദ ടാർഗറ്റ് ന്യൂക്ലിയസ് ടു ദ പ്രൊജക്ടൈൽ ഫോർ എ സ്പെസിഫിക് റിയാക്ഷൻ. അല്ലെ, നമ്മൾ പറഞ്ഞു എക്സ് എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞ ന്യൂക്ലിയസിൽ ഹിറ്റ് ചെയ്യാന്ന്. ഈ ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞ ന്യൂക്ലിയസിൻ്റെ ഒരു ഷേപ്പ് ഇങ്ങനെയൊക്കെയാണെന്ന് എഴുതുക അല്ലേ. അപ്പം ഈ ഇൻസിഡൻറ്റ് ചെയ്യുന്ന വരുന്ന പാർട്ടിക്കിൾസിന് ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഏരിയാസ് ഇവിടെ ഉണ്ട് അല്ലേ. ഇത് ജോമെട്രിക്കൽ ഏരിയ ആയിട്ട് ബന്ധമല്ല. ഓക്കെ, ഇവിടെ ഒരു പിന്നെ സിഗ്മ ഏരിയ എന്ത് ചെയ്യുന്നു, ഈ എക്സ് എന്ന് പറഞ്ഞ ന്യൂക്ലിയസ് ഈ വരുന്ന ആൾക്ക് കാണിച്ചു കൊടുക്കുന്നു, അവിടെ പോയിട്ടാണ് ഇത് ഇടിക്കുക. അപ്പം സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ അങ്ങനെ പറയാം. അതാണ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ക്രോസ് സെക്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താ, ദ ലാർജർ ദ റിയാക്ഷൻ പ്രോബിലിറ്റി ദ ലാർജർ ഇസ് ദ കറസ്പോണ്ടിങ് ക്രോസ് സെക്ഷൻ. ക്രോസ് സെക്ഷൻ കൂടുന്നതനുസരിച്ച് റിയാക്ഷൻ നടക്കാനുള്ള ഏരിയ കൂടും അല്ലേ. നമ്മൾ എന്താ പറയുക, ഒരു പിന്നെ പർട്ടിക്കുലർ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അല്ലേ, ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, നമ്മൾ കുറച്ച് ദൂരെ നിന്ന് എന്ത് ചെയ്യാണ്, ഇതിലേക്ക് കല്ലെറിയാണ്. ഓക്കെ, അപ്പോൾ ഈ ബോർഡിൻ്റെ ഏരിയ കൂടുന്നതനുസരിച്ച് അതിൽ കൊള്ളുന്ന ആളുകളുടെ എണ്ണം കൂടൂലേ, അതുപോലെ തന്നെ. അപ്പം ക്രോസ് സെക്ഷൻ കൂടിക്കഴിഞ്ഞാൽ റിയാക്ഷൻ പ്രോബിലിറ്റി കൂടും. ഇൻ ജനറൽ ക്രോസ് സെക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ എനർജി ഓഫ് ദ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ കെ എക്സ് അല്ലേ. വരുന്ന സ്മാൾ ലെറ്റർ എക്സ് എന്ന് പറഞ്ഞ പാർട്ടിക്കിൾസിൻ്റെ കൈനറ്റിക് എനർജി കെ എക്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, ക്രോസ് സെക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫൈൻ. ഇനി ക്രോസ് സെക്ഷൻ നമ്മൾ സാധാരണ എക്സ്പ്രസ് ചെയ്യാറ്, ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഏരിയ തന്നെയാണ്, അതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് എന്താണ്, ഏരിയൻ്റെ യൂണിറ്റ് തന്നെയാണ്. പക്ഷേ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് വളരെ വലിയ യൂണിറ്റാണ്. നമ്മൾ പറയുന്നത് ന്യൂക്ലിയസിൻ്റെ കാര്യത്തിലാണ് അല്ലേ. അപ്പോൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് 10⁻15 സൈസാണ്. അതിൻ്റെ ഉള്ളിലുള്ള ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് 10⁻28 ആണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ കൺവെൻഷണൽ യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ബാണാണ് കേട്ടോ. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ക്രോസ് സെക്ഷൻ, ബാൺ, കൺവെൻഷണൽ യൂണിറ്റ്. ഓക്കെ, ഒരു 1 ബാൺ എന്ന് പറഞ്ഞാൽ 10⁻28 മീറ്റർ സ്ക്വയർ ആണ്, 10⁻28 മീറ്റർ സ്ക്വയർ ആണ്. കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ വന്നിട്ടുണ്ട്, അയോഡിനും അതുപോലെ സിനോണിൻ്റെ ഒക്കെ കുറച്ച് എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്.
ഇത് അയഡിന് ഒരു ന്യൂട്രോൺ റിയാക്ട് ചെയ്യുമ്പോൾ ക്രോസ് സെക്ഷൻ 4 ബാൺ ആണ്. അതുപോലെ ഇവിടെയും 4 ബാൺ ആണ്. ഇവിടെ 7 ബാൺ ആണ് ഗാമ പിന്നെ റേഡിയേഷനിൽ. അതുപോലെ സിനോണിൻ്റെ ഈ ഒരു ന്യൂട്രോൺ ക്യാപ്ചറിൽ വരുന്ന 10⁻6 ബാൺസ് ആണ്. ഇതുമായിട്ട് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പം പിന്നെ ഈ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം, ചെറുതാവാം വലുതാവാം. ഓക്കെ, ഇനി അതിൻ്റെ ഒരു പിന്നെ കാൽക്കുലേഷൻ പാർട്ടിലേക്ക് പോവാണ്. സപ്പോസ് എ ബീം ഓഫ് പാർട്ടിക്കിൾസ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ തിൻ ടാർഗറ്റ് ഓഫ് ഏരിയ എസ്. ഓക്കെ, എസ് ഏരിയ ഉള്ള ഒരു തിൻ ടാർഗറ്റിൽ എന്ത് ചെയ്യാണ്, ഒരു ബീം ഓഫ് പാർട്ടിക്കിൾസ് ഹിറ്റ് ചെയ്യാണ്. ഓക്കെ, ഇതിനകത്ത് n ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ, വിച്ച് കണ്ടെയ്ൻസ് എ ടോട്ടൽ ഓഫ് n ന്യൂക്ലിയൈ. ഓക്കെ, ഒരു ബീം ഓഫ് പാർട്ടിക്കിൾസ് ഇവിടെ ഹിറ്റ് ചെയ്യാണ് ഏരിയ എസിലേക്ക്. ദ എഫക്റ്റീവ് ഏരിയ ഓഫ് ഈച്ച് ന്യൂക്ലിയസ് ഈസ് ദ ക്രോസ് സെക്ഷൻ സിഗ്മ. ഇതിനകത്ത് n ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ, ഈ എസ് എന്ന് പറഞ്ഞ ഏരിയക്കകത്ത് എന്തുണ്ട്, n ന്യൂക്ലിയസ് ഉണ്ട്. അതിൽ ഓരോ ന്യൂക്ലിയസിൻ്റെയും ഏരിയ എത്രയാണ്, സിഗ്മ. മനസ്സിലായോ, n ന്യൂക്ലിയസ് ഉണ്ട്, ഇവിടെ ഇങ്ങനെ കുറേ ആളുകളുണ്ട് അല്ലേ, ഇതിലെ ഓരോന്നിൻ്റെ ഏരിയ എത്രയാണ്, സിഗ്മയാണ്. ഓക്കെ, ക്രോസ് സെക്ഷൻ ഏരിയ സിഗ്മയാണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ എഫക്റ്റീവ് ഏരിയ എത്രയായിരിക്കും, സിഗ്മ ടൈംസ് n അല്ലേ. ഒരു ന്യൂക്ലിയൻ്റെ ഏരിയ സിഗ്മ, എത്ര ന്യൂക്ലിയ ഉണ്ട്, n ന്യൂക്ലിയ അല്ലേ. അപ്പോൾ സിഗ്മ ഇൻറ്റു n ആയിരിക്കും ഇത് എഫക്റ്റീവ് ഏരിയ ഇൻ ദ ടാർഗറ്റ് അല്ലേ. ഇനി ദ ഫ്രാക്ഷൻ സിഗ്മ n ബൈ എസ് റെപ്രസെൻറ്റ് ദ ടാർഗറ്റ് ഏരിയ അല്ലേ. ഫ്രാക്ഷൻ ഓഫ് ദി ടാർഗറ്റ് ഏരിയ ദാറ്റ് ഈസ് റെപ്രസെൻറ്റ് ഈസ് സിഗ്മ n ബൈ എസ് അല്ലേ. അതായത് ടോട്ടൽ എസ് ഏരിയയിൽ സിഗ്മ n ഭാഗത്താണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അല്ലേ, നമ്മൾ പിന്നെ മാർക്കൊക്കെ ഇടുന്ന പോലെ അല്ലേ. അപ്പം 10 കിട്ടിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ പറയാം അല്ലേ. അപ്പോൾ ടോട്ടൽ ഏരിയ എസ് ആണ്, ജിയോമെട്രിക്കൽ ഏരിയ. അതിനകത്ത് സിഗ്മ n റീജിയനിലാണ് എന്ത് ചെയ്യുക, റിയാക്ഷൻ നടക്കുക. ദിസ് ഫ്രാക്ഷൻ ഈസ് ദ പ്രോബിലിറ്റി ഫോർ ദ റിയാക്ഷൻ ടു ഒക്കർ. സിഗ്മ n എസ് ബൈ എസ് എന്ന് പറയുന്നത് എന്താണ്, പ്രോബിലിറ്റി ഫോർ ദ റിയാക്ഷൻ ടു ഒക്കർ. റിയാക്ഷൻ നടക്കാനുള്ള പ്രോബിലിറ്റിക്ക് ഈക്വലാണ് എന്ത്, സിഗ്മ n ബൈ എസ് എന്ന് പറയുന്നത്. ഇനി അതിന് നമുക്ക് വേറൊരു എക്സ്പ്രഷനും കൂടെ ഉണ്ടാക്കാം. എന്തിന്, ഈ റിയാക്ഷൻ നടക്കാനുള്ള പ്രോബിലിറ്റിക്ക്. സപ്പോസ് ദ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ് സ്ട്രൈക്ക് ദ ടാർഗറ്റ് അറ്റ് എ റേറ്റ് I0 പാർട്ടിക്കിൾസ് പെർ സെക്കൻഡ്. ഓക്കെ, ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ് ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യുന്ന റേറ്റ് I0 എന്ന് എഴുതുക. ഓക്കെ, അതായത് പാർട്ടിക്കിൾസ് വന്നിട്ട് ഇവിടെ ഹിറ്റ് ചെയ്യുന്നത് I0 പാർട്ടിക്കിൾസ് പെർ സെക്കൻഡ് ആണ് എഴുതുക. ഓക്കെ, അതുപോലെ ദ ഔട്ട് ഗോയിങ് പാർട്ടിക്കിൾസ് Y ആർ എമിറ്റഡ് അറ്റ് ദ റേറ്റ് ഓഫ് R പെർ സെക്കൻഡ് അല്ലേ. ഇവിടെ എക്സും റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, വൈയും ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പം ഈ സ്മാൾ ലെറ്റർ വൈ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ റേറ്റ് ആറാന്ന് എഴുതുക. അത് തന്നെയാണെന്ത്, ക്യാപിറ്റൽ വൈ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ റേറ്റ്. അത് തന്നെയാണെന്ത്, എക്സ് ഇല്ലാതാവുന്നതിൻ്റെ റേറ്റ് ഒക്കെ സെയിം ആണ്. മനസ്സിലായോ. ഇവിടെ ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞ് ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ക്യാപിറ്റൽ എക്സ് ഇല്ലാതാവുന്നു, പുതിയ വൈ ഉണ്ടാവുന്നു, പുതിയ ക്യാപിറ്റൽ വൈ ഉണ്ടാവുന്നു അല്ലേ. അപ്പോൾ ഇതൊക്കെ റേറ്റ് ഒന്ന് തന്നെയാണ് അല്ലേ. അപ്പോൾ എക്സ് ഇല്ലാതാവുന്ന റേറ്റും പുതിയ വൈ ഉണ്ടാവുന്ന റേറ്റും അതുപോലെ പുതിയ ക്യാപിറ്റൽ വൈ ഉണ്ടാവുന്ന റേറ്റും ഒക്കെ ആറാണ്. ഓക്കെ, ദിസ് ഈസ് ആൾസോ ദ റേറ്റ് അറ്റ് വിച്ച് ദ പ്രൊഡക്റ്റ് ന്യൂക്ലിയസ് വൈ ഈസ് ഫോംഡ്. ഇനി അങ്ങനെയാണെങ്കിൽ ദ റിയാക്ഷൻ പ്രോബിലിറ്റി ക്യാൻ ആൾസോ ബി എക്സ്പ്രസ്ഡ് ആസ് ദ റേറ്റ് ഓഫ് വൈ ഡിവൈഡഡ് ബൈ ദ റേറ്റ് ഓഫ് എക്സ് അല്ലേ. അപ്പോൾ റേറ്റ് ഓഫ് വൈ എന്ന് പറയുന്നത് ആറാണ്, റേറ്റ് ഓഫ് എക്സ് എന്താണ്, I0 ആണ് അല്ലേ. ഞാനിപ്പോൾ എന്താ പറഞ്ഞത്, I0 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻസിഡൻറ്റ് പെർ സെക്കൻഡ് അല്ലേ. I0 ആളുകൾ വരുന്നു അല്ലേ. വൈ ഉണ്ടാവുന്നതിൻ്റെ റേറ്റ് 6 ആണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ റിയാക്ഷൻ പ്രോബിലിറ്റി പറയുന്നത് R/I0 എന്നുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് നേരത്തെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കി സിഗ്മ n ബൈ എസ്. അപ്പോൾ ഇത് രണ്ടും എന്താണ്, റിയാക്ഷൻ നടക്കാനുള്ള പ്രോബിലിറ്റിയാണ്, അതിനെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ സിഗ്മ n ബൈ എസ് ഈക്വൽ ടു R/I0 അല്ലേ. സിഗ്മ n ബൈ എസ് ഈക്വൽ ടു R/I0. അതിനകത്ത് നിന്ന് റേറ്റിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടാക്കാം, R ഈക്വൽ ടു സിഗ്മ n ബൈ എസ് ഇൻറ്റു I0 അല്ലേ. ഇതെന്താണ്, ക്രോസ് സെക്ഷനും അതുപോലെ റേറ്റ് ഓഫ് എമിഷൻ ഓഫ് വൈയും തമ്മിലുള്ള ഒരു റിലേഷനാണ് അല്ലേ. ഇവിടെ R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് എമിഷൻ ഓഫ് വൈ അല്ലെ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ വൈ. ഇൻ ടേംസ് ഓഫ് ക്രോസ് സെക്ഷൻ എത്രയാണത്, സിഗ്മ n ബൈ എസ് ഇൻറ്റു I0. ഓക്കെ, ഇത് ജനറൽ ആയിട്ടുള്ള എക്സ്പ്രഷനാണ്. ഇനി ഇത് തന്നെ നമുക്ക് ന്യൂട്രോണിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂട്രോൺ ഫ്ലക്സിൻ്റെ ടേംസിൽ ഇതേ എക്സ്പ്രഷൻ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, പിന്നെ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് മാത്രം കേട്ടോ. ന്യൂട്രോൺ ഇൻഡ്യൂസ്ഡ് റിയാക്ഷൻസിനകത്ത് നമ്മൾ ന്യൂട്രോൺ ഫ്ലക്സ് ഫൈൻ്റെ ടേംസിലാണ് ഉണ്ടാക്കുക. എന്താ ന്യൂട്രോൺ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ, ദ റേറ്റ് അറ്റ് വിച്ച് ന്യൂട്രോൺസ് ക്രോസ് എ യൂണിറ്റ് ഏരിയ പെർപെൻഡിക്കുലർ ടു ദ ബീം അല്ലേ. അല്ലെങ്കിൽ ന്യൂട്രോൺസ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് അല്ലേ. അതാണ് ന്യൂട്രോൺ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അല്ലേ. ഫ്ലക്സ് സാധാരണ എന്താ പറയുക, നമ്പർ ഓഫ് പിന്നെ പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. അത് തന്നെയാണെന്ത്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം ആണെന്ത് ന്യൂട്രോൺ ഫ്ലക്സ്. ഇനി അതിൻ്റെ ടേംസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ എക്സ്പ്രഷൻ ഒന്ന് മാറ്റി ചെയ്താണ്. ഇപ്പോൾ നേരത്തെ എഴുതിയ എക്സ്പ്രഷൻ ഒന്ന് മാറ്റി ചെയ്താണ് അല്ലേ. ഇത് R ഈക്വൽ ടു സിഗ്മ n ബൈ എസ് ഇൻറ്റു I0 ഉണ്ടല്ലോ, അതൊന്ന് മാറ്റി ചെയ്താണ്. ഓക്കെ, സപ്പോസ് ദ ടാർഗറ്റ് മാസ് ഓഫ് ദ ടാർഗറ്റ് ഈസ് m. ടാർഗറ്റിൻ്റെ മാസ് സ്മോൾ ലെറ്റർ m ആണെന്ന് എഴുതുക. ഓക്കെ, അങ്ങനെയാണെന്ന് വെച്ചാൽ അതിലുള്ള നമ്പർ ഓഫ് ന്യൂക്ലിയ എത്രയായിരിക്കും, ക്യാപിറ്റൽ N ഈക്വൽ ടു m/m ഇൻറ്റു Na. m എന്ന് പറയുന്നത് മോളാർ മാസാണ്, Na എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പറാണ്. ഓക്കെ, അപ്പോൾ m/m ഇൻറ്റു Na ആണെന്ത്, നമ്പർ ഓഫ് ന്യൂക്ലിയ കാണാനുള്ള ഫോർമുല. ഇതൊന്ന് ഓർത്ത് വെക്കണം, നമുക്ക് പ്രോബ്ലംസിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും.
ഇനി അത് നമ്മൾ ഈ പറഞ്ഞ നേരത്തെ റിയാക്ഷനിൽ പിന്നെ ആ റേറ്റിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ ബൈ എസ് ഇൻറ്റു I0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ I0 ബൈ എസ് എന്ന് പറയുന്നതാണ് എന്ത് ന്യൂട്രോൺ ഫ്ലക്സ് എന്ന് പറയുന്നത് അല്ലേ. I0 ബൈ എസ് എന്ന് പറയുന്നത് ഫൈക്ക് ഈക്വലാണ് അല്ലേ. അപ്പോൾ എന്ത് വരും R ഈക്വൽ ടു 5 ഇൻറ്റു എൻ സിഗ്മ എന്ന് വരും അല്ലേ. 5 ഇൻറ്റു സിഗ്മ എൻ. ഓക്കെ, ഇനി ആ എന്നിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക 5 ഇൻറ്റു സിഗ്മ ഇൻറ്റു എം ബൈ എം ഇൻറ്റു എൻ എന്ന് വരും അല്ലേ. ഇതാണ് എക്സ്പ്രഷൻ വരിക. കാണുന്നുണ്ടല്ലോ അല്ലേ. എന്താ വരിക? R ഈക്വൽ ടു 5 സിഗ്മ സ്മാൾ ലെറ്റർ എം ബൈ ക്യാപിറ്റൽ എം ഇൻറ്റു എൻ എ. ഇങ്ങനെയാണ് ന്യൂട്രോൺ ഫ്ലക്സിൻ്റെ ടേംസിൽ ഈ റിയാക്ഷൻ റേറ്റ് വരിക. നേരത്തെ പഠിച്ച ജനറൽ ഫോർമുല എന്തായിരുന്നു? R ഈക്വൽ ടു സിഗ്മ എൻ ബൈ എസ് ഇൻറ്റു I0. ഇവിടെ ഓരോ ടേംസും അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി റേഡിയോ ഐസോട്ടോപ്പ് പ്രൊഡക്ഷൻ ഇൻ ന്യൂക്ലിയർ റിയാക്ഷൻ. ഒരു ന്യൂക്ലിയർ റിയാക്ഷൻസിൽ റേഡിയോ ഐസോട്ടോപ്സ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുകയാണ്. നമ്മൾ സാധാരണയായിട്ട് ഒരു റിയാക്ഷൻ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ് എന്ന് പറഞ്ഞൊരു പാർട്ടിക്കിൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് എന്ന് പറഞ്ഞ പാർട്ടിക്കിളായിട്ട് ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ നോൺ റേഡിയോ ആക്റ്റീവ് ആവും. അപ്പോൾ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസിന് ഉണ്ടാക്കാൻ ഇങ്ങനത്തെ റിയാക്ഷൻസ് ഉപയോഗിക്കാറുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ വൈയും പിന്നെ വൈ എന്ന് പറഞ്ഞ ആളുണ്ടാവുന്നു. ഈ ക്യാപിറ്റൽ വൈ എന്ന് പറഞ്ഞ ആൾ എന്താവാം? റേഡിയോ ആക്റ്റീവ് ആവാം അല്ലേ. അപ്പം ഓഫൺ വി യൂസ് ന്യൂക്ലിയർ റിയാക്ഷൻസ് ടു പ്രൊഡ്യൂസ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ്. In this procedure, a stable അല്ലെങ്കിൽ നോൺ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് X is irradiated with particle X, small letter x, to form radioactive isotope Y. Now, നമുക്ക് എന്താ വേണ്ടത് ചോദിച്ചാൽ we would like to calculate the activity of the isotope Y. Okay, അതിൻ്റെ ആക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. That is produced from a given exposure to a certain quantity of the particle X for a certain time t. T ടൈമിൽ പിന്നെ എക്സ് എന്ന് പറഞ്ഞ ആൾ എത്രത്തോളം റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നു അതിൻ്റെ ആക്ടിവിറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്, കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് ആർ റെപ്രസെൻറ്റ് ദ കോൺസ്റ്റൻറ്റ് റേറ്റ് അറ്റ് വിച്ച് വൈ ഈസ് പ്രൊഡ്യൂസ്ഡ്. നേരത്തെ പഠിച്ച ആർ ഉണ്ടല്ലോ അത് തന്നെ. ഓക്കെ, ആറാണ് ഇവിടെ വൈ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ റേറ്റ് എന്ന് എഴുതുക. ദിസ് ക്വാണ്ടിറ്റി ഈസ് റിലേറ്റഡ് ടു ക്രോസ് സെക്ഷൻ ആസ് ഫോളോസ്. ഇങ്ങനെയാണ് ആ റിലേഷൻ. ഓക്കെ, നമുക്കെന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ആക്ടിവിറ്റി സ്മാൾ ലെറ്റർ എ. ആക്ടിവിറ്റി അറ്റ് എ ടൈം ടി കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ അത് ആ പിന്നെ ഇപ്പോൾ ഇവിടെ വൈ എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് ആണെന്ന് പറഞ്ഞല്ലോ, അത് അതിൻ്റെ ഡി കെ പെർ യൂണിറ്റ് ടൈം അങ്ങനെ പറയാം ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ എ ടൈം ഇൻ്റർവെൽ ഡി ടി ദ നമ്പർ ഓഫ് വൈ ന്യൂക്ലിയർ പ്രൊഡ്യൂസ്ഡ് ഈസ് ആർ ഡി ടി. ഓക്കെ, ഡി ടി ഇൻ്റർവെല്ലിൽ ആർ എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് വൈ. അപ്പോൾ ഡി ടി ടൈമിലുണ്ടായ ന്യൂക്ലിയസിൻ്റെ എണ്ണം എത്രയായിരിക്കും? ആർ ഡി ടി അല്ലേ. ദ നമ്പർ ഓഫ് വൈ ന്യൂക്ലിയർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഡി ടി ടൈം ഈസ് ആർ ഡി ടി. ഓക്കെ, ഇനി വൈ എന്ന് പറയുന്ന ആൾ റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ട് ഡീക്കേസ് അല്ലേ. വൈ റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അത് ഡീക്കേ ചെയ്തു പോകുന്നു. ഇൻ ടൈം ഡി ടി ദ നമ്പർ ഓഫ് വൈ ന്യൂക്ലിയൈ ഡീക്കേഡ് ഈസ് ലാംഡ ഇൻ ഡി ടി. ഓക്കെ, ഡി ടി ടൈമിൽ ഡീക്കേ ചെയ്തു പോകുന്ന വൈ ന്യൂക്ലിയൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? ലാംഡ ഇൻറ്റു എൻ ഡി ടി ആണ്. ഓക്കെ, എന്താ ലാംഡ? ഇറ്റ് ഈസ് ദി ഡീക്കേ കോൺസ്റ്റൻറ്റ് അല്ലേ, അല്ലെ ഡീക്കേ പ്രോബബിലിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് ഡീക്കേ പ്രോബബിലിറ്റിയാണ്, അതായത് ഡി കെ പെർ യൂണിറ്റ് ടൈം. എൻ എന്തുണ്ട്? വൈ പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഡി ടി ടൈമിൽ എത്ര ആൾ ഡി കെ ചെയ്ത് പോകും? ലാംഡ എന്ന് പറയുന്നത് ഡി കെ പ്രോബബിലിറ്റിയാണ്. അപ്പോൾ ലാംഡ ഇൻറ്റു എൻ ഇൻറ്റു ഡി ടി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അവിടെ ആ നമ്പർ ഓഫ് ന്യൂക്ലിയൈ വൈ ന്യൂക്ലിയൈ ഡീക്കേഡ് ഇൻ ഡി ടി ടൈം കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ദ നെറ്റ് ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് ന്യൂക്ലിയൈ എത്രയായിരിക്കും? ഡി എൻ ഈക്വൽ ടു ആർ ഡി ടി മൈനസ് ലാംഡ എൻ ഡി ടി അല്ലേ. അതായത് നമ്മൾ പാർട്ടിക്കിൾസ് വൈ ഉണ്ടായി അല്ലേ, എൻ പാർട്ടിക്കിൾസ് വൈ ഉണ്ടായി. ഇനി അതിനകത്ത് എന്ത് ചെയ്യാണ്? വൈ ഡി കെ ചെയ്ത് പോവാണ് അല്ലേ. ആ ഡി കെ ചെയ്യുന്നതിൻ്റെ റേറ്റാണ് ലാംഡ എൻ ഡി ടി. അപ്പം അവിടെ നെറ്റ് ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നതായിരിക്കും ഡി എൻ അല്ലേ. ഡി എൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലേ. വൈ എന്ന് പറഞ്ഞ പാർട്ടിക്കിൾസിൻ്റെ നമ്പറിലുണ്ടായ ചേഞ്ച്. ആ ഡി എൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആർ ഡി ടി മൈനസ് ലാംഡ എൻ ഇൻറ്റു ഡി ടി ആയിരിക്കും. ഇനി ജസ്റ്റ് ഇതൊന്ന് പിന്നെ സോൾവ് ചെയ്യണം. അപ്പോൾ ഡി എൻ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ആർ മൈനസ് ലാംഡ എൻ എന്ന് കിട്ടും. ഓക്കെ, ഇനി എക്സ്പ്രഷൻ സോൾവ് ചെയ്യണം. അപ്പം നമുക്കവിടെ സോൾവ് ചെയ്താൽ കിട്ടുന്നത് എൻ ഓഫ് ടി ഈക്വൽ ടു ആർ ബൈ ലാംഡ ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ലാംഡ ടി ആയിരിക്കും. ഓക്കെ, ആർ ബൈ ലാംഡ ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ലാംഡ ടി. ഓക്കെ, ഇനി ഇവിടെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ലാംഡ ഇൻറ്റു എൻ ആണ്. ഈ എക്സ്പ്രഷൻ സോൾവ് ചെയ്താൽ എന്നിനൊരു എക്സ്പ്രഷൻ കിട്ടും. എന്താണത്? എൻ ഓഫ് ടി ഈക്വൽ ടു
കാണുന്നുണ്ടല്ലേ, എൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു ആർ ബൈ ലാംഡ ഇൻറ്റു 1 മൈനസ് സി റൈസ് ടു മൈനസ് ലാംഡ ടി എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ. ഇനി എന്താണ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ലാംഡ ടൈംസ് എൻ. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി എ ഓഫ് ടി, ആക്ടിവിറ്റി അറ്റ് എ ടൈം ടി ഈക്വൽ ടു, ഇതിനെ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്താ കിട്ടുക, ആർ ഇൻറ്റു 1 മൈനസ് സി റൈസ് ടു മൈനസ് ലാംഡ ടി എന്ന് കിട്ടും. ഇതാണ് ആക്ടിവിറ്റിക്കുള്ള എക്സ്പ്രഷൻ. ഓക്കെ, ഇനി ഇതാണ് എക്സ്പ്രഷൻ കിട്ടിയത്. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് കേസസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ടൈം 0 ആകുമ്പോൾ ആക്ടിവിറ്റി എത്രയായിരിക്കും? ടൈം 0 ആകുമ്പോൾ ഇതിനകത്ത് ലാംഡ ടീൻ്റെ അകത്ത് ടിക്ക് 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 1 മൈനസ് ഇ റൈസ് ടു 0 എന്ന് വരും. ഇ റൈസ് ടു 0 പറഞ്ഞാൽ 1 അല്ലേ, അപ്പോൾ എന്ത് വരും, 0 എന്ന് കിട്ടും അല്ലേ. ടൈം 0 ആകുമ്പോൾ എന്തായിരിക്കും, ആക്ടിവിറ്റി 0 ആയിരിക്കും അല്ലേ, ഇനീഷ്യലി അല്ലേ. അപ്പം അവിടെ ആക്ടിവിറ്റി എത്രയായിരിക്കും, 0 ആയിരിക്കും ഇനീഷ്യലി. ടൈം 0 ആകുമ്പോൾ ആക്ടിവിറ്റി 0. ഇനി ഇഫ് ടി ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ടി ഹാഫ് അല്ലേ, ഈ ടൈം എന്ന് പറയുന്നത് അതിൻ്റെ ഹാഫ് ലൈഫിനേക്കാളും ഒരുപാട് വലുതാണെങ്കിൽ നമുക്ക് ടി ഈക്വൽ ടു ഇൻഫിനിറ്റി കൊടുക്കാം. അങ്ങനെ ഇൻഫിനിറ്റി കൊടുത്താൽ എന്ത് വരും, ആർ ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി വരും. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി പറഞ്ഞാൽ എത്രയാണ്, 1 ആണ്, സോറി 0 ആണ്. അപ്പോൾ എന്ത് കിട്ടും, ആർ ഇൻറ്റു 1 വിച്ച് ഈസ് ഈക്വൽ ടു ആർ എന്ന് കിട്ടും. അപ്പം കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പിന്നെ ആക്ടിവിറ്റി വിൽ ബി ഈക്വൽ ടു ദ റേറ്റ്, ആറിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത കേസിൽ വെൻ ടി ഈസ് മച്ച് ലെസ് ദാൻ ടി ഹാഫ് അല്ലേ, അതിൻ്റെ ഈ ഡിസ്പോസ് ചെയ്ത ടൈം ടി ഹാഫിനേക്കാളും ഹാഫ് ലൈഫിനേക്കാളും ഒരുപാട് ചെറുതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടി വളരെ ചെറുതാണെന്ന് പറയാം. ടി വളരെ ചെറുതായി കഴിഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1 മൈനസ് എക്സ് പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ അങ്ങനെയൊക്കെ അല്ലേ പോണേ ഇതിൻ്റെ ഇ റൈസ് ടു മൈനസ് എക്സ് പറഞ്ഞാൽ. അപ്പം എക്സ് പിന്നെ എക്സ് വളരെ ചെറുതാണെങ്കിൽ എന്ത് ചെയ്യും, ഹയർ ടേംസ് നമ്മൾ നെഗ്ലക്ട് ചെയ്യും. അപ്പോൾ 1 മൈനസ് എക്സ് മാത്രം വരും. അതുപോലെ ഇ റൈസ് ടു മൈനസ് ലാംഡ ടി എന്നുള്ളത് എന്ത് വരും, 1 മൈനസ് ലാംഡ ടി മാത്രം വരും. അപ്പോൾ ആക്ടിവിറ്റി ഈക്വൽ ടു ആർ ഇൻറ്റു 1 മൈനസ് ലാംഡ ടി വരും അല്ലേ. ദാറ്റ് മീൻസ് വിൽ ഗെറ്റ് ആർ ലാംഡ ടി അല്ലേ. അപ്പം ടൈം വളരെ ചെറുതാണ് വെച്ചാൽ അവിടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആർ ലാംഡ ടി ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് ലോ എനർജി റിയാക്ഷൻ കൈനമാറ്റിക്സ് അല്ലേ. റിയാക്ഷൻ കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള എനർജി ചേഞ്ചും അതുപോലെ കൈനറ്റിക് എനർജിയിലൊക്കെ ഉള്ള ചേഞ്ചും കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിൻ്റെ എനർജി എക്സ്ചേഞ്ച് കാര്യമായിട്ട് അത് നമ്മൾ ക്യൂ വാല്യൂ ആണ് പറയാറുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കാം എന്താണെന്ന് നമുക്ക് ഒന്നുകൂടെ പറയാം. കൺസിഡർ എ പ്രൊജക്ടൈൽ എക്സ് മൂവിങ് വിത്ത് എ മൊമെൻറ്റം പി എക്സ് അല്ലേ. സ്മാൾ ലെറ്റർ എക്സ് എന്ന് പറഞ്ഞാൽ പി എക്സ് മൊമെൻറ്റത്തോടു കൂടി എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു അല്ലേ. ആൻഡ് ദ കൈനറ്റിക് എനർജി കെ എക്സ്, എൻ്റെ എന്താണ് മൊമെൻറ്റം പി എക്സ് ആണ്, കൈനറ്റിക് എനർജി കെ എക്സ് ആണ്. ഓക്കെ, ദ ടാർഗറ്റ് ഈസ് അറ്റ് റെസ്റ്റ്. ഇവിടെ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് റെസ്റ്റിലാണ് അല്ലേ, ഇയാൾ റെസ്റ്റിലാണ്. ആൻഡ് ദ റിയാക്ഷൻ പ്രൊഡക്ട്സ് ആർ വൈ ആൻഡ് വൈ അല്ലേ. ഇവിടെ വൈ എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ ഉണ്ടാകുന്നു, ഇവിടെ ക്യാപിറ്റൽ വൈ എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ ഉണ്ടാകുന്നു. ഓക്കെ, ഇതിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് പി വൈ ആണ്, ഇതിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് പി വൈ ആണ്, ക്യാപിറ്റൽ വൈ. ഓക്കെ, അതുപോലെ ഇതിൻ്റെ കൈനറ്റിക് എനർജി കെ വൈ ആണ്, ഇതിൻ്റെ കൈനറ്റിക് എനർജി കെ ക്യാപിറ്റൽ വൈ ആണ്. ഓക്കെ, ആൻഡ് ദേ ആർ എമിറ്റഡ് വിത്ത് റെസ്പെക്ട് ടു the initial direction at an angle theta small letter y and theta capital letter y. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ എനർജി ഫോർമുലേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ റേഡിയോ ആക്റ്റീവ് ഡീക്കലൊക്കെ ചെയ്യുന്ന പോലെ ഇനീഷ്യൽ എനർജി ഷുഡ് ബി ഈക്വൽ ടു ദ ഫൈനൽ എനർജി അല്ലേ. ഇനീഷ്യൽ എനർജിയും ഫൈനൽ എനർജിയും സെയിം ആയിരിക്കണം. അപ്പോൾ എക്സും റിയാക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, സ്മാൾ ലെറ്റർ വൈയും ക്യാപിറ്റൽ വൈയും ഉണ്ടാവുന്നു അല്ലേ. ഇവിടെ ഇൻവോൾവ് ചെയ്യുന്ന എനർജി എന്തൊക്കെയാണ്? ആദ്യം വരുന്നത് എക്സ് എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ മോഷനിലാണ്, അതിന് കൈനറ്റിക് എനർജി ഉണ്ട് അല്ലേ, അതിന് മൊമെൻറ്റം ഉണ്ട് അല്ലേ, പിന്നെ റെസ്റ്റ് മാസും ഉണ്ട് അല്ലേ. എം ഓഫ് എക്സ് ആണ് ഇതിൻ്റെ റെസ്റ്റ് മാസ് എന്ന് എഴുതുക. ഇനി ഈ പാർട്ടിക്കിളിനെ സംബന്ധിച്ച് ഇതിൻ്റെ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. കൈനറ്റിക് എനർജി 0 ആണ്, മൊമെൻറ്റം 0 ആണ് അല്ലേ. അപ്പം ഇനീഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും? എന്താണ് റെസ്റ്റ് മാസ് എനർജി ഓഫ് എക്സ് ഇൻറ്റു സി സ്ക്വയർ, എം ഓഫ് എക്സ് ഇൻറ്റു സി സ്ക്വയർ പ്ലസ് എക്സിൻ്റെ കൈനറ്റിക് എനർജി കെ എക്സ് പ്ലസ് എം എൻ ഓഫ് എക്സ് ഇൻറ്റു സി സ്ക്വയർ വരും അല്ലേ. ഇത്രയും ടേംസ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് അല്ലേ. ഓക്കെ, ഇത് സ്മാൾ ലെറ്റർ എക്സിൻ്റെ റെസ്റ്റ് മാസ് എനർജി, ഇത് ക്യാപിറ്റൽ എക്സിൻ്റെ റെസ്റ്റ് മാസ് എനർജി, ഇത് സ്മാൾ ലെറ്റർ എക്സിൻ്റെ കൈനറ്റിക് എനർജി അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ടേംസ് ഉള്ളത്? ഇനീഷ്യൽ എനർജി എന്തൊക്കെയാണ്? സ്മാൾ ലെറ്റർ എക്സിൻ്റെ റെസ്റ്റ് മാസ് എനർജി എം സി സ്ക്വയർ അല്ലേ, സ്മാൾ ലെറ്റർ എക്സിൻ്റെ കൈനറ്റിക് എനർജി പ്ലസ് ക്യാപിറ്റൽ എക്സിൻ്റെ റെസ്റ്റ് മാസ് എനർജി, പിന്നെ അതിനെന്തില്ല, കൈനറ്റിക് എനർജി ഇല്ല, 0. ഫൈനൽ പ്രൊഡക്ട്സ് എന്തൊക്കെയാണ്? വൈയും അല്ലേ. ഇനി എന്തൊക്കെ ഉണ്ടാവുക? ഫൈനൽ പ്രൊഡക്റ്റായ സ്മാൾ ലെറ്റർ വൈൻ്റെ റെസ്റ്റ് മാസ് എനർജി, അതിൻ്റെ കൈനറ്റിക് എനർജി,
പിന്നെ ക്യാപിറ്റൽ വൈൻ്റെ റെസ്റ്റ് മാസ് എനർജി അതിൻ്റെ കൈനറ്റിക് എനർജി അല്ലേ. ഇതാണ് അതിൻ്റെ എനർജറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, വേർ എംസ് റെപ്രസെൻറ്റ് ദ ന്യൂക്ലിയർ മാസ് അല്ലേ. എം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യൂക്ലിയർ മാസ് ആണ്. ഓക്കെ, എം എൻ. ഇനി നമുക്കറിയാം ഒരു റിയാക്ഷനിൽ ന്യൂക്ലിയോൺസിൻ്റെ എണ്ണം ബാലൻസ് ആവണം, പ്രോട്ടോൺസിൻ്റെ എണ്ണം എസ്പെഷ്യലി എന്തായിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പോൾ നമ്പർ ഓഫ് സ്മാൾ ലെറ്റർ എക്സ് പ്ലസ് നമ്പർ ഓഫ് ക്യാപിറ്റൽ എക്സ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് സ്മാൾ ലെറ്റർ വൈ പ്ലസ് നമ്പർ ഓഫ് ക്യാപിറ്റൽ വൈ അല്ലേ. z സ്മാൾ എക്സ് പ്ലസ് z ക്യാപിറ്റൽ എക്സ് ഷുഡ് ബി ഈക്വൽ ടു z സ്മാൾ വൈ പ്ലസ് z ക്യാപിറ്റൽ വൈ അല്ലേ, നിർബന്ധമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ അതിന് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരില്ല. പറയാം, നോക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ഇത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ആണ്. വി ക്യാൻ ദെർഫോർ ആഡ് ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓൺ ബോത്ത് സൈഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ റിയാക്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഇപ്പുറത്തും അപ്പുറത്തും ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും കൂടെ നമുക്ക് ആഡ് ചെയ്യാം അല്ലേ. ഏതിൽ? നമ്മൾ ഈ പറഞ്ഞ റിയാക്ഷൻ ഉണ്ടല്ലോ, ഇങ്ങനെ കൊടുത്തൊരു റിയാക്ഷൻ ഉണ്ടല്ലോ, ഇതിനകത്ത് ഇത്രയും ഇലക്ട്രോൺസും കൂടെ നമ്മൾ ആഡ് ചെയ്താൽ റിയാക്ഷന് മാറ്റമൊന്നും വരില്ല. എങ്ങനെയാണ് അത് ആഡ് ചെയ്യുക? ഇവിടെ എം എക്സ് ഇൻറ്റു സി സ്ക്വയർ ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ കെ എക്സ് ഉണ്ടായിരുന്നു, എം എക്സ് ഇൻറ്റു സി സ്ക്വയർ ഉണ്ടായിരുന്നു. ഓക്കെ, ആദ്യം ഉണ്ടായിരുന്ന ടേംസാണ് പറയുന്നത്. പിന്നെ പ്രോഡക്ട്സിൽ എന്തുണ്ട്? എം വൈ സി സ്ക്വയർ ഉണ്ടായിരുന്നു, കെ വൈ ഉണ്ടായിരുന്നു, എം ക്യാപിറ്റൽ വൈ സി സ്ക്വയർ ഉണ്ടായിരുന്നു, കെ ക്യാപിറ്റൽ വൈ ഉണ്ടായിരുന്നു. ഇനി അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? സെഡ് നമ്പർ ഓഫ് പിന്നെ ഇലക്ട്രോൺസ് ആരുടെ ഇതിൽ ആഡ് ചെയ്യാണ്? സ്മാൾ ലെറ്റർ എക്സിൻ്റെ ടേംസിൽ ആഡ് ചെയ്യാണ്. കണ്ടോ, സെഡ് ഇൻറ്റു മാസ് ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു സി സ്ക്വയർ. ഓക്കെ, അതുപോലെ ഇവിടെ സെഡ് ഇൻറ്റു മാസ് ഓഫ് എക്സ് ഇൻറ്റു എം ഇ സി സ്ക്വയർ. ഇവിടെ സെഡ് എക്സ് സെഡ് സ്മാൾ എക്സ് ആണ്. ഇത് കാണിച്ചിട്ടുള്ള എന്താണ്? സെഡ് സ്മാൾ എക്സ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിലുള്ള അത്രയും ഇലക്ട്രോൺസ് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. സെഡ് എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ സ്മാൾ ലെറ്റർ എക്സ്. അപ്പോൾ സെഡ് ക്യാപിറ്റൽ എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ക്യാപിറ്റൽ എക്സ് അല്ലേ. അതുപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? സെഡ് വൈ ഇൻറ്റു എം ഇ സി സ്ക്വയർ ആഡ് ചെയ്തു. അതുപോലെ ഇവിടെ സെഡ് ക്യാപിറ്റൽ വൈ ഇൻറ്റു എം ഇ സി സ്ക്വയർ ആഡ് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ അത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇടത്തും വലത്തും ആഡ് ചെയ്തു. ഓക്കെ, അതിൻ്റെ റെസ്റ്റ് മാസ് എനർജിയും കൂടെ കൂട്ടി. ഇപ്പം എന്താ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് നമ്മൾ ഇലക്ട്രോണിൻ്റെ മാസം കൂടെ കൂടി. ആദ്യം പ്രോട്ടോണിൻ്റെ മാസം ഉണ്ടായിരുന്നു, അതിലേക്ക് ഇലക്ട്രോണിൻ്റെ മാസം കൂടെ കൂട്ടി അല്ലേ. ഇത് എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്നത് ന്യൂക്ലിയർ മാസമായിരുന്നു. നമ്മളെ നേരത്തെ ഇക്വേഷനിൽ ഉണ്ടായിരുന്നത് ന്യൂക്ലിയർ മാസമായിരുന്നു. ഇപ്പം നമ്മൾ അത്രയും തുല്യ എണ്ണം ഇലക്ട്രോൺസിനെ കൂടെ ആഡ് ചെയ്തപ്പോൾ എന്തായി? ഇത് ആറ്റോമിക് മാസമായി അല്ലേ. അപ്പോൾ എം എക്സ് ഇൻറ്റു സെഡ് എക്സ് ഇൻറ്റു എം ഇൻറ്റു സി സ്ക്വയർ അല്ലേ. അതുപോലെ ഇവിടെ എം ക്യാപിറ്റൽ എക്സ് ഇൻറ്റു സെഡ് ക്യാപിറ്റൽ എക്സ് ഇൻറ്റു എം ഇ സി സ്ക്വയർ അല്ലേ. ഇനിയിപ്പോൾ ജസ്റ്റ് ഇതിനകത്ത് ഒന്ന് നോക്കാം അല്ലേ. എന്താണ് എം എക്സ് അല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് എക്സ് പ്ലസ് എന്ത്? മാസ് ഓഫ് ന്യൂക്ലിയസ് എക്സ് അല്ലേ. മാസ് ഓഫ് ന്യൂക്ലിയസ് എക്സ് അതാണത്. അതിൻ്റെ കൂടെ എന്ത് ചെയ്തു? സെഡ് എക്സ് ടൈംസ് എം ഇ ആഡ് ചെയ്തു അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് സെഡ് ഇലക്ട്രോൺസ് അല്ലേ, അല്ലെങ്കിൽ മാസ് ഓഫ് സെഡ് എക്സ് ഇലക്ട്രോൺ. ഇപ്പം എന്തായി? ന്യൂക്ലിയസിൻ്റെ മാസും സെഡ് എക്സ് ഇലക്ട്രോൺസിൻ്റെ മാസം കൂടിയായി. എന്ന് പറഞ്ഞാൽ എന്തായി? ഇത് ടോട്ടൽ ആ എക്സ് എന്ന് പറഞ്ഞ ആറ്റത്തിൻ്റെ മാസമായി അല്ലേ. ഇത് കമ്പൈൻലി ദിസ് വിൽ ബി ദ മാസ് ഓഫ് എക്സ് ആറ്റം അല്ലേ. എക്സ് എന്ന് പറഞ്ഞ ആറ്റത്തിൻ്റെ മാസമായി. നമുക്ക് ആറ്റോമിക് മാസ് അല്ലേ കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുള്ളത്, അതിൻ്റെ ടേംസിൽ ഇക്വേഷൻ ആക്കുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുപോലെ മാസ് ഓഫ് ക്യാപിറ്റൽ എക്സ് പ്ലസ് സെഡ് എക്സിൻ്റെ എം ഇ എന്ന് പറഞ്ഞാൽ എന്താവും? ടോട്ടൽ മാസ് ഓഫ് ക്യാപിറ്റൽ എക്സ് ആറ്റം എന്നാവും. അതുപോലെ ഇത് വൈ ആറ്റം ആവും, ഇത് ക്യാപിറ്റൽ വൈ ആറ്റം ആവും. ഓക്കെ, കൺഫ്യൂഷനൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദ ടേംസ് ഇൻസൈഡ് ദ സ്ക്വയർ ബ്രാക്കറ്റ്സ് ആർ ആറ്റോമിക് മാസ് ഓഫ് റെസ്പെക്റ്റീവ് ന്യൂക്ലിയൈ അല്ലേ. അപ്പം നമുക്ക് അതിൻ്റെ ടേംസിൽ എങ്ങനെ എഴുതാം? മാസ് ഓഫ് ക്യാപിറ്റൽ എക്സ് പ്ലസ് മാസ് ഓഫ് സ്മാൾ ലെറ്റർ എക്സ് പ്ലസ് മാസ് ഓഫ് ക്യാപിറ്റൽ എക്സ് മൈനസ് മാസ് ഓഫ് സ്മാൾ ലെറ്റർ വൈ മൈനസ് മാസ് ഓഫ് ക്യാപിറ്റൽ വൈ ഇൻറ്റു സി സ്ക്വയർ ഈക്വൽ ടു കെ വൈ പ്ലസ് കെ വൈ മൈനസ് കെ എക്സ് എന്നുള്ള ഒരു റിയാക്ഷൻ കിട്ടും. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്താ ഉള്ളത്? ഓൺ എൽ എച്ച് എസ് വി ഹാവ് ദ റെസ്റ്റ് എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ പാർട്ടിക്കിൾസ് ആൻഡ് ഫൈനൽ പാർട്ടിക്കിൾസ്. ഇവിടെ എൽ എച്ച് എസിൽ എന്താണ്? ഇത് എം എക്സ് പ്ലസ് എം എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്റ്റ് എനർജി ഓഫ് ഇനീഷ്യൽ പാർട്ടിക്കിൾസ്. ഇവിടെ എന്താണ്? എം വൈ ആൻഡ് എം വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്റ്റ് എനർജി ഓഫ് ഫൈനൽ പാർട്ടിക്കിൾ അല്ലേ. അതുകൊണ്ട് എൽ എച്ച് എസിലുള്ള എന്താണ്? റെസ്റ്റ് എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ പാർട്ടിക്കിൾസ് ആൻഡ് ഫൈനൽ പാർട്ടിക്കിൾസ്. ദിസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ക്യൂ വാല്യൂ ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ്റെ ക്യൂ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ. മാസ് ഓഫ് ഇനീഷ്യൽ പാർട്ടിക്കിൾ മൈനസ് മാസ് ഓഫ് ഫൈനൽ പാർട്ടിക്കിൾ ഇൻറ്റു സി സ്ക്വയർ. അതാണ് ക്യൂ വാല്യൂ ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു
കൈനറ്റിക് എനർജി ഓഫ് വൈ പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് വൈ മൈനസ് കൈനറ്റിക് എനർജി ഓഫ് എക്സ് അല്ലേ. അതുകൊണ്ട് ക്യൂ വാല്യൂന് ഇപ്പോൾ 2 എക്സ്പ്രഷനായി. ഇത് രണ്ടും ക്ലിയർ ആണല്ലോ. ഇനി അതിനെ ബേസ് ചെയ്തുകൊണ്ട് ക്യൂ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു എക്സാമ്പിളാണ് ഇവിടെ തന്നിട്ടുള്ളത്. കമ്പ്യൂട്ട് ദ ക്യൂ വാല്യൂ ഫോർ ദ റിയാക്ഷൻ വെൻ ഡ്യൂട്ടീരിയം റിയാക്ട് വിത്ത് കോപ്പർ ടു ഫോം ന്യൂട്രോൺ ആൻഡ് സിങ്ക്. ഓക്കെ, H2 അല്ലേ, H2 ഡ്യൂട്ടീരിയാണ്, 2 ഇവിടെയാണ്. ഡ്യൂട്ടീരിയം പ്ലസ് കോപ്പർ ഗീവ്സ് ന്യൂട്രോൺ പ്ലസ് സിങ്ക് അല്ലേ. ഇനി അതിനകത്ത് ബി, ഡ്യൂട്രോൺസ് ഓഫ് എനർജി 12 MeV ആർ ഇൻസിഡൻറ്റ് ഓൺ എ കോപ്പർ ടാർഗറ്റ് ആൻഡ് ന്യൂട്രോൺസ് ആർ ഒബ്സർവ്ഡ് വിത്ത് 16.85 MeV ഓഫ് കൈനറ്റിക് എനർജി. ഫൈൻഡ് ദ കൈനറ്റിക് എനർജി ഓഫ് സിങ്ക്. നോക്കാം, നമുക്ക് സ്റ്റെപ്പായിട്ട് ചെയ്യാം. ആദ്യം ക്യൂ വാല്യൂ കാണാൻ നോക്കാം അല്ലേ. കമ്പ്യൂട്ട് ദ ക്യൂ വാല്യൂ ആണ്. ഓക്കെ, ക്യൂ വാല്യൂ കാൽക്കുലേറ്റർ ഫോർമുല എന്താണ്? മാസ് ഓഫ് ഇനീഷ്യൽ ന്യൂക്ലിയൈ. ഇവിടെ ആരൊക്കെയാണ് വരുന്നത് ഇനീഷ്യലി? ഡ്യൂട്ടീരിയവും കോപ്പറും. അപ്പോൾ മാസ് ഓഫ് ഡ്യൂട്ടീരിയം പ്ലസ് മാസ് ഓഫ് കോപ്പർ. ഇനി ഫൈനൽ പ്രൊഡക്ട്സ് ആരൊക്കെ? ന്യൂട്രോണും സിങ്കും. മൈനസ് എന്ത് ചെയ്യും? മാസ് ഓഫ് ന്യൂട്രോൺ മൈനസ് മാസ് ഓഫ് സിങ്ക് ഇൻറ്റു C² ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ക്യൂ വാല്യൂ കിട്ടും. ഓക്കെ, ആ വാല്യൂസ് ക്വസ്റ്റ്യനിൽ തരേണ്ടതാണ് കേട്ടോ. ഡ്യൂട്ടീരിയത്തിൻ്റെ മാസ് തന്നിട്ടുണ്ട്, കോപ്പറിൻ്റെ മാസ്, അതുപോലെ ഇവിടെ ന്യൂട്രോണിൻ്റെ മാസ്, പിന്നെ സിങ്കിൻ്റെ മാസ്. അപ്പോൾ അതിനെ 931.5 MeV കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് MEVയിൽ ആൻസർ കിട്ടും. 5.488 MeV ആണ് കിട്ടുക. ഓക്കെ, ഇനി രണ്ടാമത്തിൽ എന്താ പറയുന്നത്? ഡ്യൂട്രോൺസ് ഓഫ് എനർജി 12 MeV ആർ ഇൻസിഡൻറ്റ് ഓൺ എ ടാർഗറ്റ്, കോപ്പർ ടാർഗറ്റ്. ഇവിടെ ഡ്യൂട്രോൺസ് ആണല്ലോ വരുന്നത് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ എക്സ് എന്ന് പറയുന്നത് ഡ്യൂട്രോൺസ് ആണ് അല്ലേ. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് കോപ്പറുമാണ് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വൈയും ഉണ്ടാകുന്നു. അങ്ങനെ വെച്ചാൽ അവിടെ എന്ത് ചെയ്യണം? ന്യൂട്രോൺസ് ആർ ഒബ്സർവ് വിത്ത് എനർജി 16.85 MeV അല്ലേ. അപ്പോൾ ഡ്യൂട്രോൺസ് വരുന്നത് 12 MeVയിലാണ്. ഓക്കെ, ദേ ആർ ഇൻസിഡൻറ്റ് ഓൺ കോപ്പർ ടാർഗറ്റ് അല്ലേ. എന്നിട്ട് പുറത്തേക്ക് വരുന്ന ന്യൂട്രോൺസ് എന്ന് പറഞ്ഞാൽ സ്മാൾ ലെറ്റർ വൈൻ്റെ എനർജി എത്രയാണ്? 16.85 MeV ആണ്. ഓക്കെ, പിന്നെ എന്തുണ്ടാകുന്നു? ഇവിടെ ക്യാപിറ്റൽ വൈ ഉണ്ടാകുന്നു അല്ലേ. അങ്ങനെ ഉണ്ടാകുമ്പോൾ കൈനറ്റിക് എനർജി ഓഫ് സിങ്ക് ആണ് കാണാനുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ക്യൂ വാല്യൂവിലുള്ള റിയാക്ഷൻ അത് വെച്ചിട്ട് നമുക്ക് KY ആണ് കാണാനുള്ളത്. കൈനറ്റിക് എനർജി ഓഫ് സിങ്ക് എന്ന് പറഞ്ഞാൽ K ക്യാപിറ്റൽ വൈ വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ വാല്യൂ പ്ലസ് KX സ്മാൾ ലെറ്റർ എക്സ് മൈനസ് KY സ്മാൾ ലെറ്റർ വൈ. വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 0.64 MeV എന്ന് കിട്ടും. ഒരു പിന്നെ അതിനെ ബേസ് ചെയ്യില്ല, പ്രോബ്ലത്തിന് മാത്രം ആ ഇക്വേഷനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഓക്കെ, ഇനി ക്യൂ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ എന്താണ്? എനർജി പുറത്തേക്ക് വരും. ക്യൂ വാല്യൂ നെഗറ്റീവ് ആണെച്ചാൽ എനർജി അങ്ങോട്ട് എടുക്കും. അക്കോർഡിംഗ്ലി ദർ ആർ 2 types ഓഫ് റിയാക്ഷൻസ്, എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് അല്ലേ. എക്സോതെർമിക് റിയാക്ഷൻ പറയുന്ന മറ്റൊരു പേരാണ് എക്സോർജിക് അല്ലേ. എക്സോതെർമിക് അല്ലെങ്കിൽ എക്സോർജിക് എന്ന് പറഞ്ഞാൽ, എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് പുറത്തേക്ക് വിടുന്നു, എക്സോർജിക് എന്ന് പറഞ്ഞാൽ എനർജി പുറത്തേക്ക് വിടുന്നു. അല്ലെങ്കിൽ ഹീറ്റ് എനർജി പുറത്തേക്ക് വിടുന്നതിന് നമ്മൾ 2 പേരിൽ പറയപ്പെടും. എന്ത്? എക്സോതെർമിക് എന്നോ എക്സോർജിക് എന്നോ പറയും. ആൻഡ് ഇഫ് ക്യൂ വാല്യൂ ഇസ് നെഗറ്റീവ് വി ഹാവ് ടു പ്രൊവൈഡ് ദ കൈനറ്റിക് എനർജി. നമ്മൾ അങ്ങോട്ടേക്ക് എനർജി കൊടുക്കണം അല്ലേ. അത്തരത്തിലുള്ള റിയാക്ഷനിൽ എന്ത് ചെയ്യാണ്? അവിടെ പിന്നെ ഹീറ്റ് അകത്തേക്ക് എടുക്കുകയാണ്. അങ്ങനെ എൻഡോതെർമിക് റിയാക്ഷൻ അല്ലെങ്കിൽ എൻഡോവർജിക് റിയാക്ഷൻ, നമ്മൾ അങ്ങോട്ടേക്ക് എനർജി കൊടുക്കുന്ന റിയാക്ഷൻ എൻഡോതെർമിക് അല്ലെങ്കിൽ എൻഡോവർജിക് എന്ന് പറയുന്നു. ഓക്കെ, ഇനി in an endovergic reaction we must supply at least enough kinetic energy to provide the additional rest energy അല്ലേ. there is a minimum energy or threshold energy for small letter x below which the reaction will not take place. അപ്പം ഇത്തരം ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ, ഒരു എൻഡോവർജിക് റിയാക്ഷനിൽ ആ റിയാക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ എക്സ് എന്ന പാർട്ടിക്കിളിന് ഇനഫ് കൈനറ്റിക് എനർജി കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു മിനിമം എനർജി എന്ന് പറഞ്ഞാൽ ത്രഷോൾഡ് എനർജി കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ റിയാക്ഷൻ നടക്കുകയുള്ളൂ. ആ ത്രഷോൾഡ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഫോർമുല ഉണ്ടാക്കണം. KTH എന്നതിന് ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കണം. അതുണ്ടാക്കണമെങ്കിൽ ഒരു റിയാക്ഷൻ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ അനലൈസ് ചെയ്യാനാണ് എളുപ്പം അല്ലേ. ദിസ് പ്രോബ്ലം ഈസ് മോസ്റ്റ് ഈസിലി അനലൈസ്ഡ് ഇൻ ദ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പോൾ ഒരു സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ ഇതേ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സും റിയാക്ട് ചെയ്ത് വൈയും ഉണ്ടാകുന്ന റിയാക്ഷൻ എങ്ങനെ അനലൈസ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ലാബ് ഫ്രെയിമിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ലാബിൽ നമ്മൾ കാണുമ്പോൾ എന്താ സംഭവിക്കുക? എക്സ് എന്ന് പറഞ്ഞൊരു പാർട്ടിക്കിൾ നിൽക്കുന്നു അല്ലേ. ഇതിങ്ങനെ പോയിട്ട് എന്ത് ചെയ്യുന്നു? എക്സ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിക്കിളിനെ പോയിട്ട് ഹിറ്റ് ചെയ്യുന്നു അല്ലേ. ഇതിൻ്റെ വെലോസിറ്റി VX ആണെന്ന് എഴുതുക അല്ലേ. ഇതിൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലേ. V = 0 ആയിരിക്കും ആണല്ലോ, V ക്യാപിറ്റൽ എക്സ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ വൈയും ഉണ്ടാകും. ഓക്കെ, ഇതിപ്പോൾ ലാബിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ്. നമ്മൾ പുറത്ത് നിന്നുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണുക. ഇതിനെ ലാബ് ഫ്രെയിം എന്നാ പറയാം. ഇവിടെ ആരെയും മൂവ് ചെയ്യുന്നുള്ളൂ?
സ്മാൾ ലെറ്റർ എക്സ് എന്ന് പറഞ്ഞ ആൾ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതേ റിയാക്ഷൻ നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കാൽക്കുലേഷൻസ് എളുപ്പമാവുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ മറക്കരുത്. അപ്പം ഇവിടെ കൈനറ്റിക് എനർജി ഇൻ ലാബ് ഫ്രെയിം അല്ലെങ്കിൽ വെലോസിറ്റി ഇൻ ലാബ് ഫ്രെയിം തന്നെയാണ് എന്ത് വി എക്സ് എന്ന് പറയുന്നത് അല്ലേ, വി ലാബ് അല്ലേ. ലാബിൽ സ്മാൾ ലെറ്റർ എക്സ് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതേ റിയാക്ഷൻ നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ എടുക്കാൻ പോവുകയാണ് അല്ലേ. സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ നിന്നിട്ട് ഒബ്സർവ് ചെയ്യുക അല്ലേ. അപ്പം യൂഷ്വലി ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന ആൾ വലുതാണ് അല്ലേ, ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ ചെറുതാണ്, ടാർഗറ്റ് പാർട്ടിക്കിൾ വലുതാണ്. അതുകൊണ്ട് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എക്സിൻ്റെ അടുത്തായിരിക്കും അല്ലേ, വലിയ പാർട്ടിക്കിളിൻ്റെ അടുത്തായിരിക്കും സെൻറ്റർ ഓഫ് മാസ്. ഇതാണ് സെൻറ്റർ ഓഫ് മാസ് ആണല്ലോ. ഇനി നമ്മൾ ഇവിടെ നിന്നിട്ട് ഈ പോയിന്റിൽ നിന്നിട്ടാണ് റിയാക്ഷൻ നോക്കണേ. ഓക്കെ, നമ്മൾ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതേ റിയാക്ഷൻ നോക്കി കാണുന്നു. ആദ്യം നമ്മൾ ഇന്ന് പുറത്താണ്, പുറത്തുനിന്ന് നോക്കുമ്പോൾ എക്സ് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്താ അനുഭവപ്പെടുക, അതായത് എക്സ് ഇങ്ങോട്ടേക്ക് അടുത്തേക്ക് വരിക എന്ന് എഴുതുക അല്ലേ. സ്മാൾ ലെറ്റർ എക്സ് എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരിക എന്ന് എഴുതുക. ഒരു വി വെലോസിറ്റിയിലേ വരുന്നേ അല്ലേ, അങ്ങനെ ഈ വി എക്സ് വെലോസിറ്റി അല്ലേ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ശരിക്കും സെൻറ്റർ ഓഫ് മാസ് എന്ത് ചെയ്യും, അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യും അല്ലേ. ഇപ്പോൾ ഇനീഷ്യലി ഇത്രയാണ് ഡിസ്റ്റൻസ്. ഓക്കെ, എക്സും ക്യാപിറ്റൽ എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതാണ്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഇവിടെയാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, എക്സ് കുറച്ച് മുന്നോട്ട് മൂവ് ചെയ്തു, എക്സ് ഇവിടെ എത്തിയെന്ന് എഴുതുക. ഓക്കെ, ക്യാപിറ്റൽ എക്സ് ഇവിടെ തന്നെ നിൽക്കുന്നു, എക്സ് ഇവിടെ തരാം. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എന്താവും, വീണ്ടും കുറച്ചേക്ക് ഇങ്ങോട്ട് പോകും അല്ലേ. അപ്പോൾ ഉണ്ടോ ഇവിടുന്നുള്ള പോയിന്റ് എന്തായി, ഇങ്ങോട്ട് എത്തി അല്ലേ. ഇനി വീണ്ടും എക്സ് ഇവിടെയും അതുപോലെ ക്യാപിറ്റൽ എക്സ് ഇവിടെയാണ് വെച്ചാൽ സെൻറ്റർ ഓഫ് മാസ് വീണ്ടും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇവിടെ സത്യത്തിൽ സെൻറ്റർ ഓഫ് മാസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ആ സെൻറ്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിനെ ഞാൻ വി, ക്യാപിറ്റൽ വി എന്ന് വിളിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ വി സി എം എന്ന് വിളിക്കാം, വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ്. എന്നുവെച്ചാൽ മാറൂല. പറഞ്ഞാൽ മനസ്സിലായോ? ഒരു ചെറിയ പാർട്ടിക്കിൾ ഒരു വലിയ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് എപ്പോഴും വലിയ പാർട്ടിക്കിളിൻ്റെ അടുത്തായിരിക്കും, അതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി ചെറിയ പാർട്ടിക്കിൾ ഇങ്ങനെ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് സെൻറ്റർ ഓഫ് മാസ് വലിയ പാർട്ടിക്കിളിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് വരും അല്ലേ. എന്നിട്ട് ഇങ്ങനെ വന്ന് ലാസ്റ്റ് എന്ത് ചെയ്യും, എക്സ് ഇവിടെ നിൽക്കുന്നു, സ്മാൾ ലെറ്റർ എക്സ് വന്നിട്ട് ഇടിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ആ റിയാക്ഷൻ നടക്കുക, എക്സ് എന്ന് പറഞ്ഞ പാർട്ടിക്കിളും എക്സ് എന്ന പാർട്ടിക്കിളും തമ്മിൽ മുട്ടുന്നത് ശരിക്കും എവിടെയായിരിക്കും, സെൻറ്റർ ഓഫ് മാസിലായിരിക്കും. ഇതിനാണ് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് ഇതിൻ്റെ ടേംസിൽ നമുക്ക് ഈ എക്സ്പ്രഷൻ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ അല്ലേ, ഇവിടെ ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ. ഇവിടെ നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇയാൾ അനങ്ങുന്ന ഇയാൾ അറിയണില്ല അല്ലേ. നമ്മൾ ഇവിടെ നിന്നിട്ടാണ് നോക്കുന്നത്, സെൻറ്റർ ഓഫ് മാസിൽ നിന്നിട്ടാണ് നമ്മൾ ഈ റിയാക്ഷൻ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എക്സ് എന്ന് പറഞ്ഞ ആൾ ഇങ്ങോട്ടേക്ക് വരുന്നു, ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞ ആൾ ഇങ്ങോട്ടേക്ക് വരുന്നു. നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുക. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവരുത്. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ സ്മാൾ ലെറ്റർ എക്സ് മൂവ് ചെയ്യുന്നു, ക്യാപിറ്റൽ എക്സ് റെസ്റ്റിലാണ്. പക്ഷേ നമ്മൾ സെൻറ്റർ ഓഫ് മാസിൽ നോക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇയാൾ ഇങ്ങോട്ട് വരുന്നു, ഇങ്ങോട്ട് നോക്കുമ്പോൾ അയാൾ ഇങ്ങോട്ട് വരുന്നു. ശരിക്കും നമ്മളാണ് മൂവ് ചെയ്യുന്നത്, പക്ഷേ നമ്മളത് അറിയുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാബ് ഫ്രെയിമിൽ ഇതിൻ്റെ വെലോസിറ്റി വി എക്സ് ആയിരുന്നു. സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി വി ആണെങ്കിൽ, ക്യാപിറ്റൽ വി ആണെങ്കിൽ, എക്സിൻ്റെ എഫക്റ്റീവ് വെലോസിറ്റി ഇയാളുടെ കണ്ണിൽ എന്തായിരിക്കും വി എക്സ് മൈനസ് വി ആയിരിക്കും. മനസ്സിലായോ? ലാബിൽ വി എക്സ് ആണ് വെലോസിറ്റി, പക്ഷേ സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇയാളുടെ വെലോസിറ്റി വി എക്സ് മൈനസ് വി ആയിരിക്കും. അതുപോലെ ഇയാൾ ഇങ്ങോട്ടേക്ക് വരുന്നു, അതുകൊണ്ട് എക്സിൻ്റെ വെലോസിറ്റി മൈനസ് വി ആയിരിക്കും. ഇതിലാർക്കും കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൽ നിന്നിട്ട് ചിന്തിച്ച് നോക്കുക കേട്ടോ. അപ്പം ഇയാൾ വി എക്സ് മൈനസ് വി ആയിരിക്കും, കാരണം ഇയാൾ ആൾറെഡി മൂവ് ചെയ്യുകയാണല്ലോ. സെൻറ്റർ ഓഫ് മാസിൽ നിൽക്കുന്ന ആൾ ആൾറെഡി മൂവ് ചെയ്യാണ്. അപ്പം ഇങ്ങോട്ട് വരുന്ന ആൾ വി എക്സ് മൈനസ് വി ആയിരിക്കും. ഇനി ഇയാൾ ഇങ്ങോട്ടേക്ക് വരുന്നതായിട്ട് തോന്നുന്നു, അപ്പം മൈനസ് വി ആണ് അയാളുടെ വെലോസിറ്റി. ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ഒന്ന് അപ്ലൈ ചെയ്യാം അല്ലേ. എന്താണ്, ഇനീഷ്യൽ മൊമെൻറ്റം വിൽ ബി ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം അല്ലേ. അപ്പോൾ എന്തായിരിക്കും ഇനീഷ്യൽ മൊമെൻറ്റം, മാസ് ഓഫ് എക്സ് ഇൻറ്റു അതിൻ്റെ വെലോസിറ്റി എം വി അല്ലേ. വെലോസിറ്റി എത്രയാണ്, വി എക്സ് മൈനസ് വി അല്ലേ. ഇതിപ്പോൾ എന്തായി, മാസ് ഓഫ് ഇനീഷ്യൽ പാർട്ടിക്കിൾ ഇൻറ്റു വെലോസിറ്റി ഓഫ് ഇനീഷ്യൽ പാർട്ടിക്കിൾ എം വി മൊമെൻറ്റമായി അല്ലേ, വിൽ ബി ഈക്വൽ ടു മാസ് ഓഫ് ക്യാപിറ്റൽ എക്സ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ദിസ് പാർട്ടിക്കിൾ. മാഗ്നിറ്റ്യൂഡേ ഞാൻ എടുക്കുന്നുള്ളൂ അല്ലേ, അങ്ങനെ എടുത്തു. ഓക്കെ, ഇനി ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും, മാസ് ഓഫ് എക്സ് ഇൻറ്റു വി എക്സ് മൈനസ് മാസ് ഓഫ് എക്സ് ഇൻറ്റു വി ഇസ് ഈക്വൽ ടു മാസ് ഓഫ് എക്സ് ഇൻറ്റു വി. ഇവിടെ സ്മാളും ക്യാപിറ്റലും തെറ്റിപ്പോയരുത് കേട്ടോ, മാറരുത്. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് കോമൺ ആക്കി എടുക്കാം. മാസ് ഓഫ് എക്സ് ഇൻറ്റു വി എക്സ് ഇസ് ഈക്വൽ ടു വി കോമൺ അല്ലേ, മാസ് ഓഫ് എക്സ് പ്ലസ് മാസ് ഓഫ് ക്യാപിറ്റൽ എക്സ് ഇൻറ്റു വി കോമൺ ആയിട്ട് വരും അല്ലേ. Therefore we can write velocity of center of mass v is equal to എഴുതാം
മാസ് ഓഫ് എക്സ് ഇത് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് എക്സ് പ്ലസ് മാസ് ഓഫ് ക്യാപിറ്റൽ എക്സ് ഇൻറ്റു വി എക്സ് അല്ലേ. ഈ മുകളിലത്തെ എക്സ്പ്രഷൻ നേരെ വിക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കുക അല്ലേ. ഇതാണ് വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് എന്ത് വെലോസിറ്റി ഓഫ് ലാബ് എന്ന് പറയുന്നത് അല്ലേ. സെൻറ്റർ ഓഫ് മാസിൽ ഇതാണ് എക്സ്പ്രഷൻ ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിനകത്തുനിന്ന് ഒരു റിയാക്ഷൻ നമ്മൾ പഠിച്ച റിയാക്ഷൻ എന്താണ്, എക്സ് പ്ലസ് എക്സ് ഗീവ്സ് വൈ പ്ലസ് വൈ. ഇനി ഇതിൻ്റെ ടേംസിലേക്ക് നമുക്കതിനെ മാറ്റണം അല്ലേ. സെൻറ്റർ ഓഫ് മാസിൽ നമുക്കിതിൻ്റെ കൈനറ്റിക് എനർജീൻ്റെ ടേംസിൽ എനർജി എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം, ഹാഫ് എം എക്സ് ഇൻറ്റു വി എക്സ് മൈനസ് വി സ്ക്വയർ അല്ലേ. അതായത് ഇയാളുടെ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ അല്ലേ. എക്സ് എന്ന് പറഞ്ഞ പാർട്ടിക്കിളിൻ്റെ സ്മാൾ ലെറ്റർ എക്സ് എന്ന് പറഞ്ഞ പാർട്ടിക്കിളിൻ്റെ എനർജി ഹാഫ് എം വി സ്ക്വയർ അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു മാസ് ഓഫ് എക്സ് ഇൻറ്റു അതിൻ്റെ വെലോസിറ്റി സെൻറ്റർ ഓഫ് മാസിൽ എത്രയായിരിക്കും, വി എക്സ് മൈനസ് വി. ഇത് സെൻറ്റർ ഓഫ് മാസിലാട്ടോ, വി എക്സ് മൈനസ് വി ഹോൾ സ്ക്വയർ അല്ലേ. പ്ലസ് പിന്നെ ആരല്ലേ, ഇവിടെ സെൻറ്റർ ഓഫ് മാസിൽ ഇയാളും മോഷനില്ല അല്ലേ. അപ്പോൾ എന്തുവരും, ഹാഫ് മാസ് ഓഫ് ക്യാപിറ്റൽ എക്സ് ഇൻറ്റു അതിൻ്റെ വെലോസിറ്റി എത്രയാണ്, വി സ്ക്വയർ അല്ലേ. പ്ലസ് ഇനി എന്തുണ്ട്, ഇയാളുടെ റെസ്റ്റ് മാസ് എനർജി എന്താണത്, മാസ് ഓഫ് എക്സ് ഇൻറ്റു സി സ്ക്വയർ. പിന്നെ ഇയാളുടെ റെസ്റ്റ് മാസ് എനർജി പ്ലസ് എന്താണ്, മാസ് ഓഫ് ക്യാപിറ്റൽ എക്സ് ഇൻറ്റു സി സ്ക്വയർ അല്ലേ. വിൽ ബി ഈക്വൽ ടു എന്തൊക്കെ വരിക, മാസ് ഓഫ് വൈ ഇൻറ്റു സി സ്ക്വയർ പ്ലസ് മാസ് ഓഫ് ക്യാപിറ്റൽ വൈ ഇൻറ്റു സി സ്ക്വയർ അല്ലേ. ഇതിൻ്റെ റെസ്റ്റ് മാസ് എനർജി ഉണ്ടാവുള്ളൂ. കാരണം എന്താ, സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ കറക്റ്റ് സെൻറ്റർ ഓഫ് മാസ് വെച്ചിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത്. അവിടെ ഇവർക്ക് വെലോസിറ്റി ഉണ്ടാവില്ല കേട്ടോ. റൈറ്റ് ആഫ്റ്റർ ദ റിയാക്ഷൻ ഇവർക്ക് വെലോസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ റെസ്റ്റ് മാസ് എനർജി. ഓക്കെ, ഇനി ഇതിനകത്ത് നിന്ന് നമുക്ക് ഇവിടെ വി എക്സ് ആണെന്ത്, ത്രഷോൾഡ് എനർജി. ലാബ് ഫ്രെയിമിൽ ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ വി എക്സ് വെലോസിറ്റി വേണമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ത്രഷോൾഡ് എനർജിക്ക് ഇതിനകത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഒരു ഫോർമുല ഉണ്ടല്ലോ, അതായത് പിന്നെ ഈ ഫോർമുലയും അതുപോലെ ഈ ഫോർമുലയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ത്രഷോൾഡ് എനർജിക്ക് ഒരു ഫോർമുല ഉണ്ടാക്കണം. ഞാൻ ഡിറൈവേഷൻ ചെയ്യുന്നില്ല കേട്ടോ, സോറി, വി ടി എച്ച് അല്ല, കെ ടി എച്ച്. ത്രഷോൾഡ് കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു മൈനസ് ക്യൂ ഇൻറ്റു 1 പ്ലസ് മാസ് ഓഫ് സ്മാൾ ലെറ്റർ എക്സ് ബൈ മാസ് ഓഫ് ക്യാപിറ്റൽ എക്സ് അല്ലേ. ഇതാണ് എക്സ്പ്രഷൻ ഫോർ ത്രഷോൾഡ് കൈനറ്റിക് എനർജി ഫോർ എ റിയാക്ഷൻ ടു ഒക്കർ. ഒരു എൻഡോതെർമിക് റിയാക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, പാർട്ടിക്കിളിന് എനർജി അങ്ങോട്ടേക്ക് കൊടുക്കണം. ആ കൊടുക്കേണ്ട എനർജി എത്രയാണ്, മൈനസ് ക്യൂ ഇൻറ്റു 1 പ്ലസ് എം എക്സ് ബൈ എം എക്സ്. ഇതിൻ്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അതിനെ ബേസ് ചെയ്തുകൊണ്ടൊരു റിയാക്ഷൻ നോക്കുക. കാൽക്കുലേറ്റ് ദ ത്രഷോൾഡ് കൈനറ്റിക് എനർജി ഫോർ ദ റിയാക്ഷൻ പ്രോട്ടോൺ പ്ലസ് ട്രിഷ്യം ഗീവ്സ് ഡ്യൂട്ടീരിയം പ്ലസ് ഡ്യൂട്ടീരിയം അല്ലേ. പ്രോട്ടോണും അതുപോലെ എന്ത് ചെയ്യാണ്, ട്രിഷ്യവും റിയാക്ട് ചെയ്യാണ്, എന്നിട്ട് ഡ്യൂട്ടീരിയം 2 ഉണ്ടാവുകയാണ്. ഓക്കെ, ഇതിൻ്റെ പിന്നെ ത്രഷോൾഡ് കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ, ആദ്യം ഈ പ്രോട്ടോൺസ് ആർ ഇൻസിഡൻറ്റ് ഓൺ ട്രിഷ്യം. ഒന്നാമത്തെ കേസിൽ പ്രോട്ടോൺ പോയിട്ട് എന്ത് ചെയ്യാണ്, ട്രിഷ്യത്തിന് ഇടിക്കുകയാണ്. രണ്ടാമത്തെ കേസിൽ എന്ത് ചെയ്യാണ്, ട്രിഷ്യം പോയിട്ട് പ്രോട്ടോൺ ഇടിക്കുകയാണ് അല്ലേ. രണ്ടിലും പ്രൊഡക്റ്റ് എന്ത് തന്നെയാണ്, ഡ്യൂട്ടീരിയം തന്നെയാണ്. ഓക്കെ, ഇവിടെ നോക്കുക, ഒന്നാമത്തിൽ പ്രോട്ടോൺ അടിക്കുന്നത്, പ്രോട്ടോൺ ലൈറ്റർ പാർട്ടിക്കിളാണ്. രണ്ടാമത്തിൽ ട്രിഷ്യം പോയിട്ട് അടിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറഞ്ഞ ആൾ ഇയാളാണ്, ക്യാപിറ്റൽ എക്സ് ട്രിഷ്യമാണ്. രണ്ടാമത്തെ റിയാക്ഷനിൽ എക്സ് എന്ന് പറഞ്ഞ ആൾ ട്രിഷിയാണ്, ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന ആൾ പ്രോട്ടോണുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റിയാക്ഷൻ പഠിച്ചു അല്ലേ. നോക്കാം, ആദ്യം ക്യൂ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം ത്രഷോൾഡ് കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ മൈനസ് ക്യൂ ഇൻറ്റു 1 പ്ലസ് അങ്ങനെയല്ലേ. അപ്പോൾ നമ്മൾ ക്യൂ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുക, മാസ് ഓഫ് ഇനീഷ്യൽ പാർട്ടിക്കിൾ മൈനസ് മാസ് ഓഫ് ഫൈനൽ പാർട്ടിക്കിൾ ഇൻറ്റു സി സ്ക്വയർ. മാസ് ഓഫ് ഇനീഷ്യൽ പാർട്ടിക്കിൾ പറഞ്ഞാൽ ആരൊക്കെയാണ്, നമ്മൾ പ്രോട്ടോണിൻ്റെ മാസിന് വരെ മാസ് ഓഫ് ഹൈഡ്രജൻ എടുത്തല്ലേ. മാസ് ഓഫ് പ്രോട്ടോൺ പ്ലസ് മാസ് ഓഫ് ട്രിഷ്യം മൈനസ് പ്രോഡക്റ്റ് എന്താണ്, 2 ഡ്യൂട്ടീരിയം. അപ്പോൾ 2 ഇൻറ്റു മാസ് ഓഫ് ഡ്യൂട്ടീരിയം ഇൻറ്റു സി സ്ക്വയർ, അത് മൈനസ് 4.033 MeV. ഇനി ഒന്നാമത്തെ കേസിൽ പ്രോട്ടോൺ പോയിട്ട് ഇടിക്കുന്നു. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ആൾ പ്രോട്ടോൺ ആണ്. അപ്പോൾ 1 പ്ലസ് മാസ് ഓഫ് പ്രോട്ടോൺ ബൈ മാസ് ഓഫ് ട്രിഷ്യം അല്ലേ. അതിൻ്റെ വാല്യൂ 5.381 MeV കിട്ടുന്നു. രണ്ടാമത്തെ കേസിൽ മാസ് എക്സ് എന്ന് പറയുന്ന ആൾ ട്രിഷിയാണ്. അപ്പോൾ മാസ് ഓഫ് ട്രിഷ്യം ബൈ മാസ് ഓഫ് പ്രോട്ടോൺ കൊടുക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് 16 MeV കിട്ടുന്നു. ഇത് എന്ത് മനസ്സിലായി, ലെസ് എനർജി ഈസ് റിക്വയർഡ്. ഇവിടെ പ്രോട്ടോൺ വന്നിടിച്ചപ്പോൾ 5.38 MeV കൊടുത്താൽ മതി. പക്ഷേ ട്രിഷ്യത്തിനെ ആക്സിലേറ്റ് ചെയ്ത് ഇടിക്കാൻ എന്ത് വേണം, 16 MeV കൊടുക്കണം. അപ്പോൾ ഇതിന് എനർജി കുറവ്. ലൈറ്റർ ന്യൂക്ലിയർ പോയിട്ട് ഹെവിയർ ന്യൂക്ലിയനെ ഹിറ്റ് ചെയ്യാന്ന് വെച്ചാൽ എനർജി കുറവാണ്, ത്രഷോൾഡ് എനർജി കേട്ടോ. അപ്പോൾ നമുക്ക് ആക്സിലറേറ്റ് ചെയ്തിട്ട് വേണം ഈ റിയാക്ഷൻ നടത്താൻ.
അപ്പോൾ എപ്പോഴും എന്താണ് ചെയ്യാറുള്ളത്, സ്മാൾ പാർട്ടിക്കിളിനെ, ലൈറ്റർ പാർട്ടിക്കിളിനെ കൊണ്ടുപോയിട്ട് ഹെവിയർ പാർട്ടിക്കിളിനെ ഹിറ്റ് ചെയ്യാറാണ് പതിവ്. ഓക്കെ, ഇനി ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ് പറയുന്നത്. അത് കുറേ എഴുതിയിട്ടുണ്ട്, ഞാനിതൊന്നും പറയാൻ പോകുന്നില്ല, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ചുരുക്കം മാത്രം പറയും കേട്ടോ. CF254 എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു എലമെൻറ്റിൻ്റെ കേസിലാണ് ആദ്യമായിട്ട് ഈ ഒരു ഫിഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് കണ്ടെത്തിയത്. ഇതെങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അതിനൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് വരാണ്ടായ കാരണം CF254 എന്ന് പറഞ്ഞൊരു പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സിൽ കൊളീഷൻ വഴി ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ റേഡിയോ ആക്റ്റീവ് ആണ് അല്ലേ. CF ഈസ് റേഡിയോ ആക്റ്റീവ്, ഡീക്കേയിങ് വിത്ത് ഹാഫ് ലൈഫ് ഓഫ് 60.58 days, 60.5 days ആണ് അതിൻ്റെ ഹാഫ് ലൈഫ്. അത് റേഡിയോ ആക്റ്റീവ് ആണ് CF254 എന്ന് പറഞ്ഞ ആൾ. ഇനി പക്ഷേ അതിന് ശ്രദ്ധിച്ച കാര്യം എന്താ വെച്ചാൽ Q വാല്യൂ ഫോർ ബീറ്റ ഡിക്കെ ഈസ് നെഗറ്റീവ് അല്ലേ. Q വാല്യൂ ഫോർ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ബീറ്റ ഡിക്കെ ഈസ് നെഗറ്റീവ്. ബീറ്റ ഡിക്കയുടെ പോസിറ്റീവിൻ്റെയും നെഗറ്റീവ് ബീറ്റ ഡിക്കയുടെയും Q വാല്യൂ നെഗറ്റീവാണ് ഇതായിരിക്കും CF54. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ റിയാക്ഷൻ നടക്കില്ല. അപ്പോൾ ഇത് റേഡിയോ ആക്റ്റീവ് ആണ്, പക്ഷേ ബീറ്റ ഡിക്കെ ചെയ്യില്ല. ഇനി ആൽഫ ഡിക്കെയും എന്താണ്, ലെസ് പ്രോബബിൾ ആണ്. ഈ CF254 എന്ന് പറഞ്ഞ ആൾക്ക് ആൽഫ ഡിക്കെ നടക്കില്ല, ബീറ്റ ഡിക്കെ നടക്കില്ല, ചുരുക്കം പറഞ്ഞാൽ കേട്ടോ. ബീറ്റ ഡിക്കെ നടക്കൂല, ആൽഫ ഡിക്കെ നടക്കൂല, രണ്ടും നടക്കൂല. പകരം എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ CF254 ഡീക്കേസ് ബൈ സ്പ്ലിറ്റിംഗ് ഇൻ ടു 2 pieces ഓഫ് മച്ച് സ്മാളർ മാസസ് അല്ലേ. ഈ CF254 എന്ത് ചെയ്തു, ഒരു സിനോണായിട്ടും ഒരു റുബീഡിയായിട്ടും 4 ന്യൂട്രോൺസ് എമിറ്റ് ചെയ്തു അല്ലേ. ഇതിപ്പോൾ നമ്മൾ പഠിച്ച ബീറ്റ ഡിക്കെ അല്ല, ആൽഫ ഡിക്കെ അല്ല, ഗാമ ഡിക്കെ അല്ല, പക്ഷേ ഇതൊരു ഡിക്കെ പ്രോസസ്സാണ് അല്ലേ. അപ്പോൾ ഒരു ഹെവിയർ ന്യൂക്ലിയ എന്ത് ചെയ്യുന്നു, 2 ലൈറ്റർ ന്യൂക്ലിയായിട്ട് മാറുന്നു. ഇതിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയർ ഫിഷൻ. ഇതാണ് ഫസ്റ്റ് ഒബ്സർവ് ചെയ്ത ന്യൂക്ലിയർ ഫിഷൻ അല്ലേ. ഈ ഫിഷൻ എന്ത് ചെയ്യാൻ പറ്റും, സ്പോണ്ടേനിയസ്ലി ഒക്കെ അറിയാം എന്ന് പറഞ്ഞാൽ ഒരു കാരണമില്ലാതെ പെട്ടെന്ന് നടക്കാം, അതിനാണ് സ്പോണ്ടേനിയസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഇൻഡ്യൂസ്ഡ്, നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും ഫോഴ്സ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, ഫിഷൻ ഇൻഡ്യൂസ് ചെയ്യാനും പറ്റും. അങ്ങനെ 2 തരം ഫിഷൻസ് നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ഫിഷൻ പ്രോസസ്സിനെ ലിക്വിഡ് ഡ്രോപ്പ് മോഡലിൻ്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, വി ക്യാൻ കൺസിഡർ ന്യൂക്ലിയസ് ടു ബി എ മിക്സർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് അല്ലേ. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ന്യൂട്രോൺസും പ്രോട്ടോൺസും ഒക്കെ ഉള്ള എന്താണ്, അതിൻ്റെ മ്യൂച്വൽ അട്രാക്ഷനും റിപ്പൾഷനും ഒക്കെ ഉള്ള ഒരു പിന്നെ എന്താ പറയുക ഒരു മിക്സ്ചറാണെന്ന് നമുക്ക് കണക്കാക്കാം. ഓക്കെ, ഫോർ മെനി ന്യൂക്ലിയൈ ദ റിസൾട്ട് ഓഫ് ദീസ് ഇൻട്രാക്ഷൻ റിസൾട്ട്സ് ഇൻ എ സ്ഫെരിക്കൽ ഷേപ്പ്. ഇത്തരത്തിലുള്ള അട്രാക്ഷനും റിപ്പൾഷനൊക്കെ കാരണം ഇതിനൊരു സ്ഫെരിക്കൽ ഷേപ്പാണ് കിട്ടുന്നത്. ആ സ്ഫെരിക്കൽ ഷേപ്പ് കിട്ടുന്നത് കൊണ്ട് തന്നെ അതിനൊരു ലിക്വിഡ് ഡ്രോപ്പുമായിട്ട് കമ്പയർ ചെയ്യാൻ എളുപ്പമാണ് അല്ലേ. ഇറ്റ് ഈസ് ഓഫൺ ഈസി ടു കമ്പയർ വിത്ത് എ ലിക്വിഡ് ഡ്രോപ്പ് അല്ലേ. ഫ്ലോട്ടിംഗ് ഫ്രീലി ഇൻ എ റീജിയൻ വെർ നോ എക്സ്റ്റേണൽ ഫോഴ്സസ് ആക്ട്. ഫ്രീലി ഫ്ലോട്ട് ചെയ്യുന്ന ഒരു ലിക്വിഡ് ഡ്രോപ്പുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ന്യൂക്ലിയസിനെ കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ലിക്വിഡ് ഡ്രോപ്പ് മോഡലിൻ്റെ ബേസിസിൽ ഇതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇനി ഇത്തരത്തിലുള്ളൊരു വാട്ടർ ഡ്രോപ്പിനെ നമ്മൾ ഒരു ഡിസ്റ്റോഷൻ കൊടുക്കുകയാണ്, ഒരു എന്താ പറയുക പുറത്തുനിന്നുള്ളൊരു ശല്യം ചെയ്യൽ അല്ലേ, ഒരു ഡിസ്റ്റോഷൻ കൊടുക്കാമെന്ന് കരുതുക. അങ്ങനെ ഡിസ്റ്റോഷൻ കൊടുത്താൽ എന്ത് ചെയ്യും, അതിങ്ങനെ ഡിസ്റ്റോർട്ടഡ് ആയിട്ട് ഷേപ്പ് വരും അല്ലേ. അപ്പോൾ എനർജിയും ഡിസ്റ്റോഷനും തമ്മിലുള്ളൊരു ഗ്രാഫാണ് ഈ വരച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഈ ഡിസ്റ്റോഷൻ, ചെറിയ ഡിസ്റ്റോഷനൊക്കെ ആണെന്ന് വെച്ചാൽ എന്ത് ചെയ്യും, അതിങ്ങനെ ഇങ്ങനെ ഒരു ഷേപ്പിലേക്ക് വന്നിട്ട് വീണ്ടും തിരിച്ചെന്ത് ചെയ്യും, പഴയ ഷേപ്പിലേക്ക് തിരിച്ചു വരും. അല്ല, ഡിസ്റ്റോഷൻ്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ എമൗണ്ട് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഇതിങ്ങനെ ഈ ഒരു ഷേപ്പാവും, പിന്നെ ഇങ്ങനെ ഒരു ഷേപ്പാവും, അതിന് ശേഷം എന്ത് ചെയ്യും, ഇത് 2 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഫിഷൻ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ. ഇവിടെ നമ്മൾ ബൈൻഡിങ് എനർജി കർവ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ബൈൻഡിങ് എനർജി കർവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഗ്രാഫ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവിടെ ഈ പീക്കിൽ നിൽക്കുന്ന ആളായിരുന്നു അയൺ 56 അല്ലേ, Fe56 എന്ന് പറഞ്ഞ ആളാണ് അല്ലേ. ഇവിടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണും ഇവിടെ മാസ് നമ്പറും അല്ലേ, ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഇയാളാണെന്ത് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോട്ടോപ്പ്. ഇതിൻ്റെ ഇപ്പുറത്തേക്ക് പോകുന്ന ആളുകൾക്കാണ് എന്ത് ചെയ്യുക, ഫിഷൻ നടന്നാൽ എനർജി റിലീസ് ചെയ്യുക. നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പോയിന്റിൻ്റെ അപ്പുറത്തേക്കുള്ള ആളുകൾ ഫിഷൻ നടത്തിയാലാണ് എന്ത് ചെയ്യുക, ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമുക്ക് എനർജി പുറത്തേക്ക് കിട്ടുക. ഇനി അവിടെ എന്താ സംഭവിക്കണമെന്ന് നോക്കാം. ദ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഓഫ് CF54 എത്രയാണ്, CF254 എന്ന് പറഞ്ഞ ആളുടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എത്രയാണ്, 7 MeV ആണ് അല്ലേ. ഇതിൻ്റെ EB/A എന്ന് പറയുന്നത് 7 MeV ആണ്. ഇനി ഇത് 127 വീതം മാസ് നമ്പറുള്ള 2 പാർട്ടിക്കിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വരുക. അതായത് ഇത് സം X127 എന്നുള്ള 2 പാർട്ടിക്കിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വരുക. ഓക്കെ, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം കിട്ടുന്ന ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എത്രയാണ്, EB/A എന്ന് പറയുന്നത് 8 MeV ആണ്.
അപ്പോൾ CF254 ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ 7 MeV ആയിരുന്നു. അത് 2 ലൈറ്റർ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ 8 MeV ആയിട്ട് കൂടി. എന്ന് പറഞ്ഞാൽ 254 ആളുകളിലെ മാസ് നമ്പർ ഏകദേശം 254. അപ്പോൾ മൊത്തത്തിൽ ഈ ആൾ CF254 ഈ പറഞ്ഞ 127 മാസ് നമ്പറുള്ള ഒരാളായി മാറുകയാണെന്ന് വെച്ചാൽ അവിടെ ബൈൻഡിങ് എനർജിയിൽ ഏകദേശം ഒരു 250 MeVയിൽ ഇൻക്രിമെൻ്റ് ഉണ്ടായി അല്ലേ. ദ ബൈൻഡിങ് എനർജി ഇൻക്രീസസ് ബൈ ആൻ എമൗണ്ട് ഈക്വൽ ടു 250 MeV. അത് ചെറിയ എനർജി ഒന്നുമില്ല. ദിസ് റിലീസസ് ആൻ എനോർമസ് എമൗണ്ട് ഓഫ് എനർജി. ഇതിനെയാണ് നമ്മൾ ഫിഷൻ എന്ന് പറയുന്നത്. ഇനി ആ എനർജി ഇതെങ്ങനെയാണ് നമുക്ക് യൂസ്ഫുൾ ആവുന്നതെന്ന് നോക്കണേ. അതായത് CF254 2 ന്യൂക്ലിയ ഉണ്ടാക്കി. അതിൻ്റെ മാസ് നമ്പർ 127ഉം Z49 ആണെന്ന് കരുതുക. അങ്ങനത്തെ 2 ന്യൂക്ലിയ ഉണ്ടാക്കി കരുതുക. ഓക്കെ, അതായത് CF എന്ന് പറഞ്ഞ ആൾ സ്പ്ലിറ്റ് ചെയ്ത് 2 പാർട്ടിക്കിൾസ് ഉണ്ടായി. ഓക്കെ, ഇതിലൊരാളുടെ മാസ് നമ്പർ 127 ആണ്, ഇയാളുടെ മാസ് നമ്പർ 127 ആണ് അല്ലേ. ആറ്റോമിക് നമ്പർ 49 ആണ്, ഇതും 49 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഉണ്ടായ ആളുകളുടെ എന്ന് പറഞ്ഞാൽ 254 മാറിയാണ് എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള 2 ആളുകളായി. ഇവരുടെ റേഡിയസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. R=R0 1/3 വെച്ചിട്ട് നമുക്ക് 6 femtometer ആണ് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, റേഡിയസ് ഓഫ് എ ഡോട്ടർ ന്യൂക്ലിയർ ആണ് 6 femtometer. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള കൂളംബിക് റിപ്പൾഷൻ എന്ന് പറയുന്നത് എത്രയാവും? 1/4πε0 Q1 Q2/R എന്ന് പറഞ്ഞ ഫോമിൽ വെച്ചിട്ട് 1/4πε0 × 49 E²/2R എന്ന് വരും അല്ലേ. ഇതിൻ്റെ ചാർജ് എത്ര വരിക? 49E. ഇതിൻ്റെ ചാർജ് എത്ര വരിക? 49E അല്ലേ. അപ്പോൾ 2 ചാർജസ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് 2R അല്ലേ. 6 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ആ കൂളംബിക് റിപ്പൾഷൻ കാരണം കിട്ടുന്ന എനർജി 286 MeV. ദിസ് ഈസ് ആൾമോസ്റ്റ് ഈക്വൽ ടു ദാറ്റ് 250 MeV വി ഡിസ്കസ്ഡ് ജസ്റ്റ് എ ഫ്യൂ മിനിറ്റ്സ് ബാക്ക്. തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ 250 MeVക്ക് ഇക്വലൻ്റ് ആണെന്ത് ഈ കൂളംബിക് എനർജി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഹെവിയർ ന്യൂക്ലിയസ് മാറിയിട്ട് 2 ലൈറ്റർ ന്യൂക്ലിയായിട്ട് ജസ്റ്റ് ടച്ച് ചെയ്ത് നിൽക്കുകയാണെന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് 286 MeV ആണ്. ദിസ് ഈസ് ഈക്വൽ ടു ബൈൻഡിങ് എനർജി പെർ അല്ലേ, ബൈൻഡിങ് എനർജി. അപ്പോൾ അത്രയും എനർജി കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇവർ രണ്ടിലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ചെയ്ത് ഭയങ്കര ഫോഴ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ഇതിങ്ങോട്ടും ഇതങ്ങോട്ടേക്കും പോകുന്നു. ഹൈ കൈനറ്റിക് എനർജി. അത് ഇയാൾ മാത്രമല്ല, ഇങ്ങനെ കുറേ ന്യൂക്ലിയസ് എന്ത് ചെയ്യും, ഇതുപോലെ പുറത്തേക്ക് പോകും. അവർ തമ്മിൽ ഇടിച്ചിട്ട് ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവും. ആ ടെമ്പറേച്ചർ നമുക്ക് എനർജി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് ആൾമോസ്റ്റ് ഈക്വൽ ടു ദ ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി. 2 charged nuclei will repel each other fastly and becomes the kinetic energy of the daughter nuclei. The energy flow in this process is എങ്ങനെയാണ്? കൂളംബിക് പൊട്ടൻഷ്യൽ എനർജി എന്താവുന്നു? കൈനറ്റിക് എനർജി ഓഫ് ഫ്രാഗ്മെൻറ്റ്സ് ആവുന്നു. അത് കൊളീഷൻ നടക്കുന്നു. കൊളീഷൻ നടന്നിട്ട് എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, എനർജി റിലീസ് ചെയ്യുന്നു അല്ലേ. ദിസ് ടെമ്പറേച്ചർ ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് സ്റ്റീം and hence it can be used to produce electricity. അങ്ങനെയാണ് എന്താ പറയുക, ഫിഷൻ നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇൻഡ്യൂസ്ഡ് ഫിഷൻ നോക്കുക. നമ്മൾ പറഞ്ഞു CF254 എന്താണ്, പിന്നെ ഫിഷൻ നടക്കുന്നതാണെന്ന് പറഞ്ഞു. പക്ഷേ അത് സ്പോണ്ടേനിയസ് ഫിഷനാണ് അല്ലേ, സ്പോണ്ടേനിയസ് ആണ്. അത് നമുക്ക് എന്താ പറയുക, ഇൻഡ്യൂസ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ there are other fissionable nuclei which can be used to induce fission and they can be used to produce energy. അത്തരത്തിലുള്ളതിന് ഒരു എക്സാമ്പിളാണ് U235 അല്ലേ. യുറാനിയം 235 ഒരു ന്യൂട്രോണും റിയാക്ട് ചെയ്ത് റുബീഡിയം 56ഉം അതുപോലെ സീഷ്യം 55 ഉണ്ടായതുകൊണ്ട് 2 ന്യൂട്രോൺ റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഇനി സാധാരണ ഫിഷൻ പ്രോസസ്സിൽ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫിഷൻ പ്രോസസ്സിൽ 2 അല്ല 2.5 ന്യൂട്രോൺസ് ഉണ്ടാകുന്ന ഒരു തരം റിയാക്ഷനാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അത്തരത്തിൽ നമുക്ക് ഫിഷൻ പ്രോസസ്സിന് എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കാം. ഇലക്ട്രിക്കൽ പവർ ക്യാൻ ബി ജനറേറ്റഡ് യൂസിങ് തെർമൽ എനർജി റിലീസ്ഡ് ഇൻ ഫിഷൻ ടു ബോയിൽ വാട്ടർ. ഓർഡിനറി യുറാനിയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് 3 പ്രധാന കാരണങ്ങളാണ് ഇനി പറയാനുള്ളത്. ഓർഡിനറി യുറാനിയം നമുക്ക് ഫിഷൻ ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട 3 കാരണമാണ് പറയുന്നത്. എൻറിച്ച്മെൻറ്റ്, മോഡറേഷൻ ആൻഡ് കൺട്രോൾ. എന്താണ് എൻറിച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കുറേ എഴുതിയിട്ടുണ്ട്, ഞാൻ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. എൻറിച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാലേ ഓർഡിനറി യുറാനിയം ഫിഷനബിൾ അല്ല, അതിനെ പിന്നെ എന്താ പറയുക ഫിഷനബിൾ ആക്കുന്ന പ്രോസസ്സാണ് എന്ത് എൻറിച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. നോക്കാം. ടു മെയിൻറ്റെയിൻ എ സ്റ്റഡി എനർജി പ്രൊഡക്ഷൻ ഫ്രം ഫിഷൻ റിയാക്ഷൻ വി വുഡ് ലൈക്ക് 1 ന്യൂട്രോൺ ഫ്രം ഈച്ച് ഫിഷൻ കേട്ടോ. അതായത് ഒരു ഫിഷൻ റിയാക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു റിയാക്ഷൻ കഴിഞ്ഞാൽ 1 ന്യൂട്രോൺ ബാക്കി വരണം അല്ലേ.
അത് നമ്മൾ യുറാനിയത്തിൻ്റെ കേസിൽ എങ്ങനെയാണ്, യുറാനിയം ഒരു ന്യൂട്രോൺ റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റും നമുക്ക് വൈ എന്ന് കാണിക്കാം, ഒരു പ്രൊഡക്റ്റും പിന്നെ എന്ത് ചെയ്യുന്നു 2.5 ന്യൂട്രോൺസ് ഉണ്ടാകുന്നു അല്ലേ. ഈ 2.5 ന്യൂട്രോൺസ് പോയിട്ട് എന്ത് ചെയ്യുന്നു, വേറെ യുറാനിയത്തിന് റിയാക്ട് ചെയ്യുന്നു, അത് വൈ എന്ത് ചെയ്യുന്നു, വീണ്ടും വൈ ഉണ്ടാകുന്നു, 2.5 ന്യൂട്രോൺസ് ഉണ്ടാകുന്നു. അതിനാണ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുക. ഈ ചെയിന് നേരെ രീതിയിൽ നടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു ന്യൂട്രോണെങ്കിലും ലെഫ്റ്റ് ഓവർ ആണ്. ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു ന്യൂട്രോണെങ്കിലും ബാക്കി വരണം. ജനറലി ദ ആവറേജ് നമ്പർ ഓഫ് ന്യൂട്രോൺ പ്രൊഡ്യൂസ്ഡ് ഈസ് ഗ്രേറ്റർ ദാൻ 1. പക്ഷേ ന്യൂട്രോൺസ് ക്യാൻ ബി ലോസ്റ്റ് ഫ്രം റിയാക്ഷൻ ഇൻ എ വെറൈറ്റി ഓഫ് വേസ് അല്ലേ. ഈ ഉണ്ടാകുന്ന 2.5 ന്യൂട്രോണിനെ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട് പോയേക്കാം. ഒരു എക്സാമ്പിൾ എങ്ങനെ പറയാം, ബൈ നോൺ ഫിഷൻ അബ്സോർപ്ഷൻ ഓഫ് U238 നോൺ ഫിഷനബിൾ ആയിട്ടുള്ള അബ്സോർപ്ഷൻ നടത്തുക. ന്യൂട്രോണിനെ അബ്സോർബ് ചെയ്തു പക്ഷേ ഫിഷൻ നടന്നുമില്ല, അങ്ങനത്തെ കേസ് വരാം. ഓക്കെ, നാച്ചുറൽ യുറാനിയത്തിൽ 0.7% ഓഫ് U235 ഉള്ളൂ. ഓക്കെ, നാച്ചുറൽ യുറാനിയത്തിൽ 0.7% ഓഫ് U235 മാത്രമേ ഉള്ളൂ അല്ലേ. 99.3% എന്നാണ് U238 ആണ്. അപ്പോൾ ന്യൂട്രോണും U238 നടന്നാൽ അവിടെ ഫിഷൻ റിയാക്ഷൻ പ്രോബബിൾ അല്ല. പകരം എന്ത് നടക്കണം, ന്യൂട്രോണും U235 നടക്കണം. അപ്പോൾ എൻറിച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ യുറാനിയത്തിലെ ഈ 0.7% കണ്ടന്റ് ഉണ്ടല്ലോ U235, അതിനെ ഇൻക്രീസ് ചെയ്യുക, എൻറിച്ച് ചെയ്യുക. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻറിച്ച്മെൻ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മൾ എൻറിച്ച്മെൻറ്റ് പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നു, വി എൻറിച്ച് ദ കണ്ടന്റ് U235 കണ്ടന്റ് ഓഫ് നാച്ചുറൽ യുറാനിയം ടു 3 to 5%. സാധാരണ യുറാനിയം നാച്ചുറൽ യുറാനിയത്തിൽ U235 0.7% ഉള്ളൂ. അതിനെ 3 മുതൽ 5% വരെ കൂട്ടുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എൻറിച്ച്മെൻറ്റ്. ഓക്കെ, അടുത്താണ് മോഡറേഷൻ. മോഡറേഷൻ എന്താണെന്ന് നോക്കാം. ന്യൂട്രോൺസ് പ്രൊഡ്യൂഷൻ ഫിഷൻ ഹാവ് കൈനറ്റിക് എനർജീസ് ഓഫ് എ ഫ്യൂ MeV അല്ലേ. ഈ ഫിഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ യുറാനിയം ന്യൂട്രോണും ഉണ്ടായിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു പാരൻ പ്രോഡക്റ്റും ഡോട്ടർ ന്യൂക്ലിയും പിന്നെ എന്ത് ചെയ്യുന്നു, ന്യൂട്രോണും ഉണ്ടാകുന്നു അല്ലേ. ഈ ന്യൂട്രോണ് സ്പീഡുള്ളതാണ് അല്ലേ. പക്ഷേ ഈ റിയാക്ഷൻ നടക്കണ ഈ ന്യൂക്ലിയസ് എന്താണ്, സ്ലോ ആണ്. മനസ്സിലായോ? ഇതാണ് ഫസ്റ്റ് റിയാക്ഷൻ. യുറാനിയവും സ്ലോ ന്യൂട്രോണും റിയാക്ട് ചെയ്താൽ എന്ത് ചെയ്യുള്ളൂ, ഫിഷൻ നടന്ന എനർജി റിലീസ് ആവുള്ളൂ അല്ലേ. ഇനി ഈ ന്യൂട്രോണ് ഇവിടെ എമിറ്റ് ചെയ്ത ന്യൂട്രോൺ എന്താണ്, സ്പീഡുള്ള ന്യൂട്രോണാണ്. ഇയാളും യുറാനിയവും നടന്നാൽ എന്ത് ചെയ്യില്ല, ഫിഷൻ നടക്കൂല. മനസ്സിലായോ? അതുകൊണ്ട് ഈ ന്യൂട്രോണിനെ സ്ലോ ഡൗൺ ചെയ്യണം അല്ലേ, അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുക, സ്പീഡ് എന്താ പറയുക, മോഡറേറ്റ് ചെയ്യുക അല്ലേ. വി മസ്റ്റ് സ്ലോ ഡൗൺ ദ ന്യൂട്രോൺ, അതിന് പറയുന്നവരാണ് മോഡറേഷൻ അല്ലേ. സച്ച് ഫാസ്റ്റ് മൂവിങ് ന്യൂട്രോൺസ് കനോട്ട് ഇൻഡ്യൂസ് ഫിഷൻ പ്രോസസ് അല്ലേ, ബിക്കോസ് ഫിഷൻ ക്രോസ് സെക്ഷൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ന്യൂട്രോൺ എനർജി. ന്യൂട്രോൺ എനർജി കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ക്രോസ് സെക്ഷൻ കുറയുന്നു. ക്രോസ് സെക്ഷൻ കുറഞ്ഞാൽ റിയാക്ഷൻ നടക്കാനുള്ള പ്രോബിലിറ്റി കുറവാണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഫിഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ സ്ലോ ന്യൂട്രോൺസ് ആണ് ആവശ്യം. അത്തരത്തിൽ അതിനെ സ്ലോ ഡൗൺ ചെയ്യാനുള്ള മെത്തേഡാണ് എന്ത്, മോഡറേഷൻ അല്ലേ. ദെർഫോർ വി മസ്റ്റ് സ്ലോ ഡൗൺ അല്ലെങ്കിൽ മോഡറേറ്റ് ദീസ് ന്യൂട്രോൺസ് അല്ലേ ടു ഇനീഷ്യേറ്റ് ഫർദർ ഫിഷൻസ് അല്ലേ. സോ ദ ഫിഷനബിൾ മെറ്റീരിയൽ ഈസ് സറൗണ്ടഡ് ബൈ എ മോഡറേറ്റർ ആൻഡ് ദ ന്യൂട്രോൺ ലോസ് എനർജി ഇൻ കൊളീഷൻസ് വിത്ത് ദ ആറ്റംസ് ഓഫ് മോഡറേറ്റേഴ്സ്. ന്യൂട്രോൺസും ഈ മോഡറേറ്ററിനകത്തുള്ള ആറ്റംസും തമ്മിൽ കൊളൈഡ് ചെയ്തുകൊണ്ട് ന്യൂട്രോണിൻ്റെ സ്പീഡ് കുറക്കുന്നു അല്ലേ. ആൻഡ് എഫക്റ്റീവ് മോഡറേറ്റർ ഈസ് ദ വൺ ഹൂസ് ആറ്റംസ് ഹാവ് ദ സെയിം മാസ് ഓഫ് എ ന്യൂട്രോൺ. ന്യൂട്രോണിൻ്റെ ഏകദേശം മാസ് വരുന്ന പിന്നെ ആറ്റംസ് ആണ് മോഡറേറ്ററിലെങ്കിൽ എഫക്റ്റീവായിട്ട് നമുക്ക് മോഡറേഷൻ നടത്താൻ പറ്റും. ദെർഫോർ ഹൈഡ്രജൻ ഈസ് ദ ഫസ്റ്റ് ചോയ്സ് ആൻഡ് ഹെൻസ് ഓർഡിനറി വാട്ടർ ക്യാൻ ബി യൂസ്ഡ് ആസ് മോഡറേറ്റർ. ഓർഡിനറി വാട്ടർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോഡറേറ്ററായിട്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലേ. ന്യൂട്രോൺസ് ഹാവ് എ റിലേറ്റീവ്ലി ഹൈ പ്രോബിലിറ്റി ഓഫ് ബീങ് അബ്സോർബ്ഡ് ബൈ വാട്ടർ. ഹെവി വാട്ടർ ഇൻ വിച്ച് ഹൈഡ്രജൻ ഈസ് റീപ്ലേസ്ഡ് ബൈ ഡ്യൂട്ടീരിയം ഈസ് മോർ യൂസ്ഫുൾ ആസ് എ മോഡറേറ്റർ അല്ലേ. അതായത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാലാണ് എന്ത്, H2O. ഇത് നമുക്ക് മോഡറേറ്ററായിട്ട് ഉപയോഗിക്കാം ഓക്കെ. പക്ഷേ ഈ ഹൈഡ്രജന് പകരം നമ്മൾ ഡ്യൂട്ടീരിയവും ഓക്സിജനും ചേർന്നിട്ടുണ്ടാകുന്ന വാട്ടർ ഉണ്ടല്ലോ, ഇത് നമ്മൾ ഹെവി വാട്ടർ എന്നാണ് പറയുക. ഹെവി വാട്ടറാണ് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മോഡറേറ്റർ. ഇനി അടുത്ത കൺട്രോൾ. എന്താ കൺട്രോൾ എന്ന് പറഞ്ഞാൽ, ടു പ്രൊഡ്യൂസ് എ സ്റ്റേബിൾ ന്യൂക്ലിയർ റിയാക്ടർ ദ ആവറേജ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ ഈച്ച് ഫിഷൻ റിയാക്ഷൻ ദാറ്റ് ഈസ് അവൈലബിൾ ടു പ്രൊഡ്യൂസ് ദ നെക്സ്റ്റ് സെറ്റ് ഓഫ് ഫിഷൻ മസ്റ്റ് ബി എക്സാക്ട്ലി ഈക്വൽ ടു 1 അല്ലേ. ഒരു ഫിഷൻ പ്രോസസ്സ് കൺട്രോൾഡ് ആയിട്ട് നടക്കണമെങ്കിൽ ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ, ഫസ്റ്റ് റിയാക്ഷൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ റിയാക്ഷനിൽ ഒരൊറ്റ ന്യൂട്രോണേ ഉണ്ടാകാൻ പാടുള്ളൂ അല്ലേ.
ഇതിലെങ്ങാനും 2 ന്യൂട്രോൺ ഉണ്ടായല്ല, 2 എന്നല്ല 1.5 ഉണ്ടായാൽ പോലും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഒരു എക്സ്പ്ലോഷനായി മാറും. അപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ ഫിഷനിലും ഒരൊറ്റ ന്യൂട്രോൺ മാത്രമേ ബാക്കിയാവുന്നുള്ളൂ അല്ലേ. അല്ലാത്ത ന്യൂട്രോൺസിനെ പിടിച്ചു വെക്കുക, കൺട്രോൾ ചെയ്യുക, അതിന് പറയുന്നവരാണ് കൺട്രോൾ അല്ലേ. അപ്പോൾ if it is even slightly greater than 1, the reaction rate will grow exponentially out of control. So we have to use control rods to absorb neutrons. കാഡ്മിയം ആണ് സാധാരണയായിട്ട് കൺട്രോൾ റോഡായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ +2 പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. ഒരു യുറാനിയം ന്യൂട്രോണും റിയാക്ട് ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റും 2.5 ന്യൂട്രോൺസും ഉണ്ടാകുന്നു. ഈ 2.5-ൽ 1.5-നെ പിടിച്ചു വെക്കണം, അതിനാണ് കൺട്രോൾ എന്ന് പറയാം അല്ലേ. എന്നിട്ട് 1-നെ മാത്രം ബാക്കിയാക്കണം അല്ലേ. അത് ചെയ്യുന്നവരാണ് കാഡ്മിയം. ഫൈൻ. ഇനി ഒരു ഫിഷൻ റിയാക്ഷൻ്റെ സ്കീമാറ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. റിയാക്ടറിൻ്റെ കോർ ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇവിടെയാണ് റിയാക്ഷൻ നടക്കുക. അതിനുള്ളിലൂടെ എന്ത് ചെയ്യുന്നു, ഒരു വാട്ടർ സപ്ലൈ പൈപ്പ് പോകുന്നു. ഓക്കെ ഓക്കെ, വാട്ടർ ഇങ്ങനെ പോകുന്നു, ഈ ഒരു പൈപ്പിലൂടെ വാട്ടർ പോകുന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക ഇതിലൂടെ ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വളഞ്ഞ ട്യൂബ്സ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഈ ട്യൂബ്സ് വീണ്ടും വേറൊരു വെള്ളത്തിനകത്താണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇവിടെ വേറെ വെള്ളമാണ് അല്ലേ, ഡയറക്റ്റ് കോണ്ടാക്റ്റിലല്ല. അപ്പം ഈ വെള്ളം ഈ ചൂടുള്ള ഏരിയ കൂടി പോകുമ്പോൾ ചൂടാകുന്നു, എന്നിട്ട് ഇവിടെയുള്ള വെള്ളത്തിനെയും ചൂടാക്കുന്നു, അതിന് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നു. സ്റ്റീം ടർബൈനിലേക്ക് പോകുന്നു, ടർബൈൻ കറങ്ങുന്നു, ജനറേറ്റർ വഴി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിലൂടെ കറങ്ങിയ സ്റ്റീം കണ്ടൻസർ തണുപ്പിക്കാൻ വേണ്ടി പോകുന്നു, തണുപ്പിച്ചിട്ട് വീണ്ടും വെള്ളം ഇങ്ങോട്ടേക്ക് പോകുന്നു, അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് ഈ പ്രോസസ്സ് നടത്തുന്നു. ഈ ഒരു സ്കീമാറ്റിക് എങ്കിലും നോക്കി വെക്കുക, പ്രോസസ്സൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇനി അടുത്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓക്കെ, ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ 2 ലൈറ്റർ ന്യൂക്ലിയൈ കമ്പൈൻ ചെയ്ത് ഹെവിയർ ന്യൂക്ലിയൈ മാറുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റിൽ പറയുകയാണെന്ന് വെച്ചാൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൻ്റെ കർവ് ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ അല്ലേ. ഇതിൻ്റെ ഇപ്പുറത്തേക്കുള്ള ആളുകൾ, ഇപ്പുറത്തേക്കുള്ള 2 ലൈറ്റർ ന്യൂക്ലിയൈ കമ്പൈൻ ചെയ്ത് ഉണ്ടായാലേ ഫ്യൂഷനിൽ നിന്ന് എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണം, ഫ്യൂഷൻ നടക്കണം അല്ലേ. ഇവിടെ ഇങ്ങോട്ടേക്ക് ഫ്യൂഷൻ നടക്കണം. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഇത് കേട്ടോ. ഒരു 2 ഡ്യൂട്ടീരിയം ചേർന്നിട്ട് ഒരു ട്രിഷിയും ഒരു ഹൈഡ്രജനും ഉണ്ടാകുന്നത്. ഓക്കെ, അത്തരത്തിൽ നടക്കുന്ന ഫ്യൂഷൻ റിയാക്ഷനിൽ എന്ത് ചെയ്യണം, ദ ഇൻസിഡൻറ്റ് ആൻഡ് ടാർഗറ്റ് ന്യൂട്രോൺസ് ഷുഡ് കം ക്ലോസ് ഇനഫ് സോ ദാറ്റ് ദി ന്യൂക്ലിയർ ഫോഴ്സ് ക്യാൻ പ്രൊഡ്യൂസ് ദ റിയാക്ഷൻ ആൻഡ് ദെർഫോർ വി മസ്റ്റ് ഓവർകം ദ മ്യൂച്വൽ കൂളംബിക് റിപ്പൾഷൻ അല്ലേ. ഇവിടെ എന്ത് ചെയ്യാണ്, 2 ന്യൂക്ലിയർ ഇങ്ങനെ അടുത്ത് വരികയാണ്. അതിനടുത്ത് വരുമ്പോൾ ന്യൂക്ലിയർ ഫോഴ്സ് ലെയർ എന്തുണ്ടാവും, അവിടെ കൂളംബിക് റിപ്പൾഷൻ ഉണ്ടാവും. ആ കൂളംബിക് റിപ്പൾഷനെ ഓവർകം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, ഇവരെ മെർജ് ചെയ്ത് ഒന്നാക്കണം അല്ലേ. ഇഫ് ദ 2 ന്യൂട്രോൺസ് ആർ ജസ്റ്റ് ടച്ചിങ് ഈച്ച് അതർ വി ക്യാൻ കാൽക്കുലേറ്റ് ദ കൂളംബിക് റിപ്പൾഷൻ അല്ലേ. അവർ തമ്മിൽ ജസ്റ്റ് ടച്ച് ചെയ്ത് നിൽക്കാൻ കരുതുക, ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കാൻ കരുതുക. അതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഈ കൂളംബിക് റിപ്പൾഷൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് എത്ര എനർജി കൊടുക്കണം ഇവർ കമ്പൈൻ ചെയ്യാൻ നോക്കാം. ഇങ്ങനെ 2 ടച്ച് ചെയ്ത് നിൽക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇയാളുടെ എത്രയാണ്, 6, ഇതല്ലേ റേഡിയസ്, ഇയാളുടേത് 6 അല്ലേ. അപ്പം ഇവിടെ 2 ഫെർമി പ്ലസ്, ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ റേഡിയസ് 2 ഫെംറ്റോമീറ്ററാണെന്ന് കരുതുക. അതിനനുസരിച്ചാൽ 2 ഫെംറ്റോമീറ്ററിലെ 2 റേഡിയസ് അടുത്തടുത്ത് നിന്നാൽ ടോട്ടൽ ഡിസ്റ്റൻസ് 4 ഫെംറ്റോമീറ്റർ വരും അല്ലേ. ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഓഫ് 2 ന്യൂട്രോൺ സെപ്പറേറ്റഡ് ബൈ 4 ഫെംറ്റോമീറ്റർ ഈസ് 0.4 MeV അല്ലേ. അതായത് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ന്യൂട്രോൺസ് ആണ് കേട്ടോ. അപ്പോൾ ഒരു ന്യൂട്രോൺ ഇവിടെ, വേറെ ന്യൂട്രോൺ ഇവിടെ. ഓക്കെ, ഒരാളുടെ റേഡിയസ് 2 ഫെർമി, ഇയാളുടെ റേഡിയസ് 2 ഫെർമി അല്ലേ. ഇതിൻ്റെ പിന്നെ കൂളംബിക് പൊട്ടൻഷ്യൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെ അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കിട്ടുന്നത് എത്രയാണ്, 0.4 MeV ആണ് കേട്ടെ. ഇതിൻ്റെ കേസിൽ നമുക്ക് കിട്ടുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി 0.4 MeV ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഓവർകം ചെയ്യണമെങ്കിൽ 0.4 MeV എനർജി കൊടുക്കണം. എന്നാലേ ഈ കൂളംബിക് റിപ്പൾഷൻ ഓവർകം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുള്ളൂ, ഈ ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ 4.43 MeV അവിടെ കൊടുക്കണം. അവിടെ 4 MeV എന്താണ്, അതിൻ്റെ ബൈൻഡിങ് എനർജിയാണ് കേട്ടോ. അത് ഞാൻ മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ ദ ക്യൂ വാല്യൂ ഓഫ് ദ റിയാക്ഷൻ ഈസ് 4.03 MeV അല്ലേ. 4.03 MeV ആണ് ക്യൂ വാല്യൂ, പ്ലസ് അവിടെ കൂളംബിക് പൊട്ടൻഷ്യൽ എത്ര, 0.4 MeV അല്ലേ. അപ്പോൾ 4.43 MeV കൊടുത്താലേ എന്ത് ചെയ്യുള്ളൂ, ഇതിൻ്റെ കൂളംബിക് ബാരിയർ ഓവർകം ചെയ്ത് ഇവർ രണ്ടാളും കൂടെ ഫ്യൂസായിട്ട് ഒന്നാവുള്ളൂ. അതാണ് ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അവരെ കമ്പൈൻ ചെയ്ത്
ഒരുമിച്ചാക്കുന്ന അത്രയും എനർജി കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കുന്ന രണ്ടാളുകൾക്ക് കൈനറ്റിക് എനർജി കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇടിപ്പിക്കുന്നതിലേറെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് എന്ത്, ഹീറ്റിംഗ് ഡ്യൂട്ടീരിയം ഗ്യാസ് ടു എ ഹൈ ടെമ്പറേച്ചർ സോ ദാറ്റ് ഈച്ച് ഡ്യൂട്ടീരിയം ആറ്റം ഹാസ് 0.2 MeV ഓഫ് തെർമൽ കൈനറ്റിക് എനർജി ഈസ്. അപ്പോൾ ഇവർ രണ്ടാളെയും ചൂടാക്കുക, എന്നിട്ട് ഇവർക്ക് രണ്ടാൾക്കും 0.2 MeV കിട്ടുന്ന രീതിയിൽ ചൂടാക്കുക, അത്രയും തെർമൽ കൈനറ്റിക് എനർജി അവർക്ക് കൊടുക്കുക. അപ്പോൾ ഇയാൾ ഇങ്ങോട്ട് 0.2, ഇയാൾ അങ്ങോട്ട് 0.2 അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് എടുക്കും. അപ്പോൾ ടുഗദർ ദേ ക്യാൻ ഗെറ്റ് 0.4 MeV എനർജി അല്ലേ. അങ്ങനെ ഉണ്ടാക്കുന്നതിലുള്ള ഡിഫിക്കൽട്ടി എന്താണെന്ന് ചോദിച്ചാൽ ഹീറ്റിംഗ് ദ ഡ്യൂട്ടീരിയം ഗ്യാസ് ടു എ ഹൈ ടെമ്പറേച്ചർ അല്ലേ. ഈ 0.2 MeV എനർജി അവർക്ക് ഓരോരുത്തർക്കും കിട്ടണമെങ്കിൽ 10⁹ കെൽവിൻ നമ്മൾ ഹീറ്റ് ചെയ്യണം. 10⁹ കെൽവിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹ്യൂജ് ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് ഹാർഡ് ടു അച്ചീവ് സച്ച് ഹൈ ടെമ്പറേച്ചേഴ്സ് അല്ലേ. പക്ഷേ അത്തരം കണ്ടീഷൻസ് എവിടെ ഉണ്ട്, സ്റ്റാർസിൻ്റെ ഇൻറ്റീരിയറിലുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാർസിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുക എന്നുള്ളത് നമുക്ക് തൊട്ടടുത്ത ഭാഗം മുതൽ പറയാം. ഓക്കെ, ലെങ്തി ആയിരുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ആൾ.